السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, സൂറത്തു അൽ ഇൻഷിഖാഖാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അമ്മ ജുസ്ഇലെ മുത്തഫിഫീന് ശേഷം വരുന്ന ഖുർആനിലെ 84-ാമത്തെ അധ്യായമാണ് സൂറത്തു അൽ ഇൻഷിഖാഖ്. ഇൻഷഖ എന്ന വാക്ക് പൊട്ടിപ്പിളർന്നു എന്നറിയിക്കുന്ന അർത്ഥമുള്ള വാക്കിൽ നിന്നാണ് ഇൻഷിഖാഖ് എന്ന അതിൻ്റെ ക്രിയാനാമം അഥവാ മസ്തർ പൊട്ടിപ്പിളറൽ എന്ന അർത്ഥവുമായി ബന്ധപ്പെട്ട് ഈ സൂറത്തിന് പേര് വന്നിട്ടുള്ളത്. ഒന്നാമത്തെ ആയത്തിൽ ആകാശം ഖിയാമത്ത് നാളിൽ പൊട്ടിപ്പിളരുന്ന കാര്യം പറയുന്നതിനാലാണ് സൂറത്തുൽ ഇൻഷിഖാഖ് എന്ന പേര് സഹോദരങ്ങളെ ഇതിന് വന്നത്. ഇതിനകം ഇതുപോലെയുള്ള ഖിയാമത്ത് നാളിൻ്റെ ഭയാനകമായ സംഭവ വികാസങ്ങൾ പറയുന്ന സൂറത്തുകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ കേട്ടൊരു ഹദീസാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഉദ്ധരിക്കുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സർറഹു അൻ യൻദുറ ഇലാ യൗമിൽ ഖിയാമ, ആരെങ്കിലും ഖിയാമത്ത് നാൾ കാണണമെന്ന് ആഗ്രഹിക്കുന്നു, കഅന്നഹു റഅയു ഐൻ, അവൻ കണ്ണുകൊണ്ട് കണ്ടതുപോലെ കാണണമെന്ന് വീക്ഷിക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫൽയഖ്റ, അപ്പോൾ അവൻ പാരായണം ചെയ്യട്ടെ ഇദ ശംസു കുവിറത്ത്, സൂറത്തു തക്വീർ, നമ്മൾ നേരത്തെ കഴിഞ്ഞതാണ്. അതുപോലെ പറഞ്ഞു ഇദ സമാഉ ഫതറത്ത്, സൂറത്തുൽ ഇൻഫിത്താർ നമ്മൾ പഠിച്ചതാണ്. അതുപോലെ മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സൂറത്താണ് ഇദ സമാഉ ൻശഖത്ത് എന്ന് പറയുന്ന സൂറത്തുൽ ഇൻഷിഖാഖ് എന്ന ഈ സൂറത്ത്. ഈ സൂറത്തിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കാൻ മഹാന്മാരായ മുഫസ്സിറുകൾ ഈ ഹദീസ് തുടക്കത്തിൽ കൊടുത്തത് കാണാം. അതായത് ഖിയാമത്ത് നാളിൻ്റെ ഭയാനകമായ സംഭവ വികാസങ്ങളാണ് ഈ സൂറത്തിലുള്ളത് എന്ന് ചുരുക്കം. ഇൻഷാ അല്ലാഹ് സൂറത്ത് പാരായണം ചെയ്തതിന് ശേഷം അതിൻ്റെ വിശദീകരണത്തിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إذا السماء انشقت وأذنت لربها وحقت وإذا الأرض مدت وألقت ما فيها وتخلت وأذنت لربها وحقت. ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട ആകാശഭൂമികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് അറിയിക്കുന്നതാണ് ആദ്യത്തെ ഈ 5 ആയത്തുകൾ. ഒന്നാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ഇദ സമാഉ ൻശഖത്ത്, ആകാശം പൊട്ടിപ്പിളരുമ്പോൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വഅദിനത് ലിറബ്ബിഹാ വഹുഖത്ത്, അതതിൻ്റെ റബ്ബിന് കീഴ്പ്പെടുകയും അത് യഥാർത്ഥത്തിൽ ആ റബ്ബിന് കീഴ്പ്പെടാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, ആകാശം പൊട്ടിപ്പിളരുമ്പോൾ എന്ന കാര്യം റബ്ബ് സുബ്ഹാനഹു വ തആല ഇവിടെ പറയുമ്പോൾ നേരത്തെ പല ആയത്തുകളിലും നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യമാണ് ആകാശത്തിൻ്റെ ആ ശക്തി എത്രയാണ് എന്നുള്ളത് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അഅൻതും അശദ്ദു ഖൽഖൻ അമിസ്സമാ, നിങ്ങളാണോ പടക്കാൻ ഏറ്റവും പ്രയാസമുള്ളത്, അല്ലെങ്കിൽ ശക്തിയാർജിച്ചത് നിങ്ങളാണോ, അതല്ല ആകാശമാണോ? ബനാഹ, ആകാശത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചിട്ടുണ്ട്. അത് കട്ടിയുള്ളതാണ്, അതിന് യാതൊരു രൂപത്തിലുള്ള ന്യൂനതകളോ കുറവുകളോ ഇല്ല. ഇത്രയും മനോഹരമായ ഒരു പടപ്പാണത്, സൃഷ്ടിയാണത്. കാണത്തക്ക ഒരു തൂണുകൾ അതിനില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തെക്കുറിച്ച് വിവിധങ്ങളായ സ്ഥലങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട്. ആ ആകാശത്തിന് ഇതാ കേടുപാടുകൾ സംഭവിക്കാൻ പോകുന്നു, അത് പൊട്ടിപ്പിളരാൻ പോകുന്നു എന്നുള്ള കാര്യം
ഖിയാമത്ത് നാളിൽ അത് സംഭവിക്കുന്നു എന്നുള്ള കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. ഇത് സമാ ഉൻഷഖത്ത്, ആകാശം പൊട്ടിപ്പിളരുമ്പോൾ എന്നാണ് പറയുന്നത്. അതിന് കൃത്യമായ പിളർപ്പുകൾ ഉണ്ടാകുകയും ആ പിളർപ്പിലൂടെ മലായിക്കത്തുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും ചെയ്യുമെന്നെല്ലാം വിവിധങ്ങളായ ഹദീസുകളിൽ കാണാൻ സാധിക്കും. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ പറയുന്നു അദിനത് ലിറബ്ബിഹ, അതതിൻ്റെ റബ്ബിന് കീഴ്പ്പെടുകയും ചെയ്യുമ്പോൾ എന്നാണ് പറഞ്ഞത്. ഉടനെ തന്നെ പറഞ്ഞു വഹുക്കത്ത്, അങ്ങനെ കീഴ്പ്പെടാൻ ആ ആകാശം കടപ്പെട്ടിരിക്കുന്നു, അതിനതിൻ്റെ ബാധ്യതയുണ്ട് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്. കാരണം ഈ ആകാശങ്ങളെ ഇത്രയും നൂറ്റാണ്ടുകളായി, യുഗങ്ങളായി ഈ രൂപത്തിൽ നിലനിർത്തിയിരിക്കുന്നത്, അതിനെ നിയന്ത്രിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ ഒരു അമ്രുണ്ടാകുമ്പോൾ, അവൻ്റെ ഒരു കൽപ്പന ഉണ്ടാകുമ്പോൾ അതിനത് വിധേയപ്പെടുകയും ആ വിധേയപ്പെടാൻ അത് കൽപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ആകാശത്തിന് വേറൊരു വഴിയില്ല, അത് പൊട്ടിപ്പിളരുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന സമയത്ത് അത് തകർന്നടിയുക തന്നെ ചെയ്യും. ആകാശം അടിയുക എന്ന് പറഞ്ഞാൽ, ആകാശം പൊട്ടിപ്പിളരുക എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റ് സൂറത്തിലൊക്കെ വായിച്ച കാര്യമാണ്. അതിലുള്ള സൂര്യൻ അത് ചുറ്റി പുതിയപ്പെടും. ഇത് ശംസു ഖുവിറത്ത്, അതുപോലെ ഇത് നുജൂമുൻ കദറത്ത്, സൂര്യൻ അത് ചുറ്റി പുതിയപ്പെടും, അതിൻ്റെ വെളിച്ചമില്ലാതായി തീരും, അത് അന്ധകാരത്തിലായി പോകും. ആകാശത്തുള്ള നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴും, എല്ലാത്തിനും കേടുപാടുകൾ സംഭവിക്കും. അങ്ങനെ ആകാശം എന്ന് പറയുന്ന ഒന്നു തന്നെ മുകളിലില്ലാത്ത രൂപത്തിലേക്ക് അത് പൊട്ടിപ്പിളരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റു സൂറത്തിലൊക്കെ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അള്ളാഹു പ്രത്യേകം പറഞ്ഞ കാര്യമാണ് വഅദിനത്തിൽ റബ്ബിഹ വഹുക്കത്ത്, അത് അതിൻ്റെ റബ്ബിന് കീഴ്പ്പെടുകയാണ്. വഹുക്കത്ത്, അതിന് കീഴ്പ്പെടാൻ ബാധ്യതപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കാരണം അള്ളാഹു ആണ് മുദബ്ബിർ, അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ആകാശത്തെയും ഭൂമിയെയും സകല ചരാചരങ്ങളെയും നിയന്ത്രിക്കുന്നത്. അപ്പോൾ അള്ളാഹു തആല അതിനെ വഴിപ്പെടാൻ പറഞ്ഞാൽ വഴിപ്പെടാതിരിക്കാൻ അതിന് യാതൊരു നിർവാഹവുമില്ല. മൂന്നാമത്തെ ആയത്തിൽ പറഞ്ഞു വഇദൽ അർദു മുദ്ദത്ത്, ഭൂമി നീട്ടപ്പെടുമ്പോൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മുദ്ദത്ത് എന്ന് പറയുന്ന വാക്കിന് വിവിധങ്ങളായ അർത്ഥങ്ങൾ മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് മുദ്ദത്ത് എന്ന് പറഞ്ഞാൽ ബസതത്ത്, അഥവാ നീട്ടപ്പെടുക എന്നർത്ഥം. അതാണ് ഇവിടെ മലയാളത്തിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അഥവാ അതിൻ്റെ മുകളിലുള്ള എല്ലാ രൂപത്തിലുള്ള കയറ്റിറക്കങ്ങളുമെല്ലാം ഇല്ലാതായിത്തീരും. അതൊരു പരന്ന വിധാനിച്ച ഭൂമിയായിത്തീരും, പരന്ന ഭൂമിയായിത്തീരും. എത്രത്തോളം എന്നാൽ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് ഭൂമിക്ക് ഇന്നുള്ളത് ഒരു ഗോളാകൃതിയിലുള്ള ഒരു ഷേപ്പാണ്. അങ്ങനെയാണ് ഭൂമിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന്, ഇവിടെയുള്ള മനുഷ്യന് ഒരുപാട് കിലോമീറ്റർ അപ്പുറത്തുള്ള ആളുകളെ കാണാൻ സാധിക്കുകയില്ല, കാഴ്ച മറയും, എങ്ങനെ നോക്കിയാലും മറയും. നമ്മളൊരു വിശാലമായ മരുഭൂമിയിൽ നിന്നാൽ പോലും ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് കാഴ്ചകൾ മറഞ്ഞു പോകുന്നതാണ്. എന്നാൽ പരലോകത്ത് ആ മഹ്ശർ ഒരുങ്ങുന്ന ഈ ഭൂമിയിൽ തന്നെയാണ് മഹ്ശർ ഒരുങ്ങുന്നത്. ആ സമയത്ത് എല്ലാം ഒരൊറ്റ നിരപ്പായിരിക്കും, എല്ലാവർക്കും അപ്പുറവും ഇപ്പുറവും കാണാൻ പറ്റുന്ന രൂപത്തിൽ വിശാലമായ ഭൂമിയായിരിക്കും അതുണ്ടാവുക. അതുപോലെ ഈ പറഞ്ഞ അർത്ഥവും നീട്ടപ്പെടുമ്പോൾ എന്ന് പറഞ്ഞ അർത്ഥവും പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു അതിൻ്റെ കൊണ്ട് ഉദ്ദേശിക്കുന്ന അതിലൊരു സിയാദത്തുണ്ടാകും, അതൊരു വർധനവുണ്ടാകും, വലിയ പ്രതലമായി തീരും. അതായത് കോടാനുകോടി മനുഷ്യർ ഈ ഭൂമിയുടെ ഉള്ളിലുണ്ട്, പുറത്തും അന്നുണ്ടാകും, ജീവിച്ച് മരിച്ചു പോകാനുള്ള ആളുകളും ഉണ്ടാകും. ഇവരെല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുകയാണ്. അതുകൊണ്ടത് വളരെ നീട്ടപ്പെടുകയാണ് ചെയ്യുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. ഇതെല്ലാം പരസ്പര പൂരകങ്ങളായ അഭിപ്രായങ്ങൾ മാത്രമാണ്. അതിനുശേഷം റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു അൽഖത് മാ ഫീഹ വതഖല്ലത്, ഭൂമി അതിലുള്ള കാര്യം പുറത്തേക്ക് ഇടുകയും അത് കാലിയായി തീരുകയും ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അൽഖ എന്ന് പറഞ്ഞാൽ ഇടുക എന്നാണ് അർത്ഥം. അൽഖത് മാ ഫീഹ, ഭൂമിയിലുള്ള കാര്യങ്ങളെല്ലാം അത് ഇടുന്നതായിരിക്കും. തഖല്ലത്ത്, അത് കാലിയായിത്തീരും. ഖാലി എന്ന് പറയുന്ന വാക്കിൽ തന്നെയാണ് തഖല്ലത്ത് എന്ന് പറയുന്ന വാക്കുകളൊക്കെ വരുന്നത്. അറബിയിൽ നിന്നുള്ള വാക്കാണ്. നമ്മൾ മലയാളത്തിൽ കാലി എന്ന് പറയുന്നത്, അറബിയിൽ ഖാലി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഇല്ലാതായി തീരുക എന്നാണ് അതിൻ്റെ അർത്ഥം. കാലിയായി തീരുക എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഭൂമിയിലുള്ള മുഴുവൻ കാര്യങ്ങളും പുറത്തേക്ക് കൊണ്ടുവരും. അങ്ങനെ ഭൂമിയിൽ ഒന്നുമില്ലാതെ ഇരിക്കുന്നതായിരിക്കും. ഭൂമി ഒരുപാട് കാര്യങ്ങൾ ഭൂമിയുടെ ഉള്ളിലുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് മനുഷ്യരാണ്. മനുഷ്യർ, കോടാനുകോടി മനുഷ്യർ ഭൂമിയിലുണ്ട്. അതിനെല്ലാം ഭൂമി പുറത്തേക്കിടുന്നതായിരിക്കും, അതിനെല്ലാം ഭൂമി പുറത്തേക്കിടും. അതുപോലെ കുനൂസുകൾ, കൻസുകൾ, നിധികൾ, അല്ലെ, മനുഷ്യൻ ഏതൊരു നിധിക്ക് വേണ്ടിയാണോ അല്ലെങ്കിൽ ഏതൊരു സ്വർണത്തിനും വെള്ളിക്കും വേണ്ടിയാണോ മനുഷ്യൻ പരസ്പരം പോരടിച്ചത്, അതെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല ഭൂമിയുടെ പുറത്തേക്കിടുന്നതാണ്. പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്, ആ സമയത്ത് മനുഷ്യൻ തിരിച്ചറിയും, ഞാൻ ഈ ദുനിയാവിൽ ഇതിനു വേണ്ടിയിട്ടാണല്ലോ കിടമത്സരം നടത്തി എൻ്റെ പരലോകം പാഴാക്കി കളഞ്ഞത്. അതെല്ലാം ഒന്നിനും കൊള്ളാതെ ആ സ്വർണങ്ങളും അങ്ങനെയുള്ള അവൻ തേടി നടന്ന ഖനികളുമെല്ലാം പുറത്തേക്ക് ഇങ്ങനെ വന്ന് ഒരു വലിയ തൂണ് പോലെ നിൽക്കുമെന്നാണ്.
ദുനിയാവിലുള്ള മുഴുവൻ സ്വർണ്ണങ്ങളും അല്ല, എല്ലാ സ്വർണ്ണങ്ങളും ഉണ്ടാവുമല്ലോ, ആദ്യം മുതൽ അവസാനം വരെ അതിൻ്റെ രൂപമാറ്റങ്ങൾ സംഭവിച്ച് ഈ ഭൂമിയിൽ തന്നെ അത് ഉണ്ടാകുന്നതാണ്. അതെല്ലാം അവിടെ പുറത്തേക്ക് ഇടുന്നതാണ്. അതുപോലെ മനുഷ്യന്മാർ മുഴുവനും പുറത്തേക്ക് എത്തുന്നതാണ്. അതാണ് അൽഖത്ത് മാ ഫീഹ വതഖല്ലത്ത് എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ചില പണ്ഡിതന്മാർ പറഞ്ഞു അൽഖത്ത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം പുറത്തേക്കിടുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം പുറത്തേക്കിടുക. അൽഖത്ത് എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരും ഉള്ളിലുള്ളതെല്ലാം പുറത്തേക്കിടും. വതഖല്ലത്ത്, അങ്ങനെ അത് ഭൂമി കാലിയായിത്തീരും. ഭൂമിക്കകത്തൊന്നുമില്ല. ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ഭൂമിക്കകത്തുണ്ട്, അതിൻ്റെ അകത്തൊന്നുമില്ലാത്ത കാര്യം. അത് രണ്ടും കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം. അൽഖത്ത് മാ ഫീഹ വതഖല്ലത്ത്. അത്തഖല്ലി മഅനാഹു അന്നഹ ഖല്ലത്ത് മിനൽ അഹ്യാഇ അലാ ളഹ്രിഹ. അത്തഖല്ലി, തഖല്ലത്ത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ ജീവിച്ചിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അതിൽ നിന്നും കാലിയായി തീരും. ഇതൊന്നാമത്തെ ഊത്തിലാണ്, നഫ്ഖത്തുൽ ഊല, ഒന്നാമത്തെ കാഹളത്തിലുള്ള ഊത്തിലാണ് ഇത് സംഭവിക്കുക എന്നാണ്. മനുഷ്യരെല്ലാവരും മരിച്ചു, ജീവനുള്ള ഒന്നും ഭൂമിയിൽ ബാക്കിയുണ്ടാവുകയില്ല. അങ്ങനെ അൽഖത്ത് എന്ന് പറഞ്ഞാൽ അഖ്റജത് മാ ഫീ ബത്നിഹ മിനൽ അംവാതി മിൻ അജ്ലിൽ ബഅസ്, പിന്നീട് പുനരുത്ഥാന സമയത്ത് എല്ലാം പുറത്തേക്കിടുന്നതാണ്. അങ്ങനെയും അതിന് അർത്ഥം വന്നിട്ടുണ്ട്. രണ്ടും അതുപോലെ പരസ്പരമുള്ള അർത്ഥമാണ്. പിന്നീട് നോക്കൂ സഹോദരങ്ങളെ, ഒരേ ആയത്ത് തന്നെ വരികയാണ്. രണ്ടാമത്തെ അതേ ആയത്ത് തന്നെയാണ് അഞ്ചാമത്തത്. വഅദിനത്തിൽ റബ്ബിഹാ വഹുഖത്ത്. അത് അതിൻ്റെ റബ്ബിന് കീഴ്പ്പെടുകയും ചെയ്യുമ്പോൾ അങ്ങനെ കീഴ്പ്പെടുവാൻ അത് കടപ്പെട്ടിരിക്കുന്നതാനും എന്ന് പറഞ്ഞിട്ട് കാണാം. എന്താണ് ഈ രണ്ടായത്തും തമ്മിലുള്ള വ്യത്യാസം? ഒന്നാമത്തെ ആയത്ത് ആകാശത്തിൻ്റെ കാര്യമാണ്. ആകാശം അത് പൊട്ടിപ്പിളരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു കഴിഞ്ഞാൽ അത് സംഭവിക്കുന്നതായിരിക്കും. രണ്ടാമത്തത് ഭൂമിയുടെ കാര്യമാണ്. ഭൂമി അതിനുള്ളിലുള്ള കാര്യങ്ങളെല്ലാം പുറത്തേക്കിടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കുന്നതായിരിക്കും എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ 5 ആയത്തുകൾ പരലോകത്ത് അഥവാ ഖിയാമത്ത് നാളിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് പറഞ്ഞത്. ആകാശങ്ങളും ഭൂമികളും ഈ കാണുന്ന പോലെ ആവുകയില്ല. ഈ മഹത്തരമായ ഈ 2 ദൃഷ്ടാന്തങ്ങൾക്കും വ്യത്യാസങ്ങൾ സംഭവിക്കും. ഇതെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഖുദ്റത്തിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലാഹു തആല പറഞ്ഞു തന്നതാണ്. അതിനുശേഷം സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ശേഷമുള്ള ആയത്തിൽ അല്ലാഹു തആല പറയുന്നത്. പാരായണം ചെയ്യാം. يا أيها الإنسان إنك كادح إلى ربك كدحا فملاقيه فأما من أوتي كتابه بيمينه فسوف يحاسب حسابا يسيرا وينقلب إلى أهله مسرورا وأما من أوتي كتابه وراء ظهره فسوف يدعو ثبورا ويصلى سعيرا إنه كان في أهله مسرورا إنه ظن أن لن يحور بلى إن ربه كان به بصيرا അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരെ വിളിച്ച് പറയാണ്, യാ അയ്യുഹൽ ഇൻസാൻ, ഹേ മനുഷ്യ, ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക ഖദ്ഹൻ ഫമുലാക്കി. ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക ഖദ്ഹ, തീർച്ചയായും നീ റബ്ബിൻ്റെ അടുക്കലേക്ക് കടുത്ത പരിശ്രമവുമായി മുന്നോട്ടേക്ക് വരുന്നവനാണ്. ഫമുലാഖി, തീർച്ചയായും നിൻ്റെ പ്രവർത്തനത്തെ നീ കണ്ടുമുട്ടുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പോൾ മനുഷ്യർ 2 വിഭാഗം ആളുകളുണ്ടാകും. ഒരു വിഭാഗം ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മുന്നേറുന്നവരുണ്ടാകും. ഫമുലാഖി, അവരത് കണ്ടെത്തുന്നതാണ്. രണ്ടാമത്തെ വിഭാഗം അല്ലാഹു തആലയെ മറന്നുകൊണ്ട്
അള്ളാഹുവിനെ നിഷേധിച്ചവരുണ്ടാകും. അതുപോലെ അള്ളാഹുവിൻ്റെ ദീന് അതിൽ പ്രവേശിച്ചിട്ടുണ്ട്, പക്ഷേ ഗഫലത്തിനാണ്, അശ്രദ്ധയിലാണ്, ദുനിയാവിൽ മതിമറന്ന് ജീവിക്കുകയാണ്. ഈ പറയുന്ന മുഴുവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല വിളിച്ചു പറയാം. എല്ലാവരും കടുത്ത പരിശ്രമത്തിൽ തന്നെയാണ്. എല്ലാവരും പരിശ്രമിക്കുന്നുണ്ട്. ചിലർ ദുനിയാവിന് വേണ്ടിയിട്ടാണ് പരിശ്രമിക്കുന്നത്, ചിലർ ആഖിറത്തിന് വേണ്ടിയിട്ടാണ് പരിശ്രമിക്കുന്നത്. മനുഷ്യ, ഈ കടുത്ത പരിശ്രമമെല്ലാം നീ കാണുന്നൊരു ദിനം വരാനുണ്ട്. ഫമുലാഖി, അന്നേ ദിവസം നീ അത് കണ്ടെത്തുന്നതാണ്. ഫമുലാഖി എന്നുള്ളത് പണ്ഡിതന്മാർ പറഞ്ഞു, ആഹാ, അത് റബ്ബിനെ കണ്ടെത്തുന്നതാണ്, റബ്ബിനെ കണ്ടുമുട്ടുന്നതാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അതല്ല, അവൻ ചെയ്ത അമലുകൾ, കർമ്മങ്ങൾ കണ്ടെത്തുന്നതാണ് എന്ന് സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതാണ് ഉദ്ദേശിച്ചത് എന്നും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ചിലർ റബ്ബിനെ അനുസരിക്കുന്നവരാണ്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതാണ്. വല്ല തെറ്റും സംഭവിച്ചു പോയാൽ തൗബ ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പേടിച്ചുകൊണ്ട് അങ്ങനെ ജീവിക്കുന്നവരാണ്. അവർക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല അവരെ കൃത്യമായി അവരെ അമലുകൾ കാണിച്ചു കൊടുക്കും. അതെങ്ങനെയാണ് കാണിച്ചു കൊടുക്കുന്നത്? തൊട്ടടുത്ത ആയത്തിൽ പറയുന്നുണ്ട്. ഇനി അതല്ല, തിന്മകളാണ് ചെയ്യുന്നത് എങ്കിൽ അവർക്കും ഓരോ തിന്മകളും റബ്ബ് സുബ്ഹാനഹു വ തആല ഭൂമിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം കാണിച്ചു കൊടുക്കുന്നതാണ്. അതെങ്ങനെയാണ് ഉണ്ടാവുക? അല്ലാഹു തആല പറയാണ്, ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ. ഫഅമ്മാ മൻ, അപ്പോൾ ഒരുവൻ, ഊതിയ കിതാബഹു, അവൻ്റെ കിതാബ് അവന് നൽകപ്പെടുന്നത് ബിയമീനിഹി, അവൻ്റെ വലത്തെ കൈയിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചില ആളുകൾക്ക് അല്ലാഹു തആല അവൻ ഈ ഭൂമിയിൽ ജീവിച്ച് മരിച്ചു പോകുന്നതിനിടയിൽ ചെയ്ത എല്ലാ കർമ്മങ്ങളും അത് രേഖപ്പെടുത്തിയത് വലത് കൈയിലാണ് നൽകുന്നത്. അവനെക്കുറിച്ച് അല്ലാഹു പറയുന്നത് ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ, അങ്ങനെ വലത് കൈയിൽ രേഖ കിട്ടുന്ന ആളുകൾക്ക് ഹിസാബുൻ യസീർ, എളുപ്പമുള്ള വിചാരണ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറ, അവൻ അവൻ്റെ കുടുംബത്തിലേക്ക് വളരെ സന്തോഷത്തോടു കൂടി മടങ്ങിപ്പോകുന്നതാണ് എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്. സഹോദരങ്ങളെ, ഇത് ഒന്നാമത്തെ വിഭാഗം ആളുകളാണ്. പരലോകത്ത് രണ്ട് വിഭാഗങ്ങളെ ഉണ്ടാവുകയുള്ളൂ. ഒന്നാമത്തെ വിഭാഗം ഈ വലത്തെ കയ്യിൽ രേഖ കിട്ടി എളുപ്പമുള്ള വിചാരണയും സ്വീകരിച്ച് സ്വർഗത്തിലേക്ക് അവർക്കിഷ്ടപ്പെട്ട ആളുകളുടെ അടുക്കിലേക്ക് പോകുന്നവരാണ്. അവരെക്കുറിച്ചിട്ടാണ് അല്ലാഹു തആല ആദ്യമായി പറഞ്ഞിട്ടുള്ളത്. അവരുടെ വിചാരണ ഹിസാബൻ യസീർ എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത്. എളുപ്പമുള്ള വിചാരണയാണ് എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അവരുടെ വിചാരണ വളരെ എളുപ്പമാണ്. വിചാരണയെക്കുറിച്ച് വ്യത്യസ്തങ്ങളായ ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വെച്ചിട്ട് പറഞ്ഞു, മൻ നൂഖിഷ അൽ ഹിസാബു ഉദ്ദിബ്, ആരുടെയെങ്കിലും വിചാരണ അത് അല്ലാഹു തആല കൃത്യമായി പരിശോധിച്ച് കഴിഞ്ഞാൽ ഉദ്ദിബ്, അവന് എന്തുണ്ടാകും? ശിക്ഷയുണ്ടാകും എന്ന് പറഞ്ഞു. നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറഞ്ഞു, അവലൈസ യഖൂലുല്ലാഹു തആല ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ സൂറത്ത് അവതരിച്ചു കഴിഞ്ഞതാണ്. ഹിസാബൻ യസീറയാണ് അവർക്കുണ്ടാവുക, എളുപ്പമുള്ള വിചാരണയാണ് അവർക്കുണ്ടാകുക എന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ ദാലികൽ അർള്, അത് എളുപ്പമുള്ള വിചാരണ എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേവലം ഒന്ന് കാണിക്കലാണ്. അപ്പോൾ ഈ ഹദീസിൽ എന്താണ് പറഞ്ഞത്? ആരെങ്കിലും വിചാരണ കൃത്യമായി ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൻ ശിക്ഷിക്കപ്പെട്ടത് തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ, ഖുർആനിൽ അങ്ങനെയല്ലല്ലോ വന്നത്. ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത് ഹിസാബൻ യസീർ ഉള്ളൊരു വിഭാഗത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ പറഞ്ഞത് വിചാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെട്ടു എന്നാണ്. രണ്ടും എങ്ങനെ വരും? ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത് ശരിക്കുള്ളൊരു വിചാരണയെ കുറിച്ചിട്ടല്ല. ഈ ആയത്തിൽ നമ്മളിപ്പോൾ പഠിക്കുന്നത് ഹിസാബൻ യസീർ, ഇന്നമാ ദാലികൽ അർള്, ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയുള്ളൂ. ഇങ്ങനെ ഭൂമിയിൽ നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഒന്നും ചോദിക്കൂല, ഇതൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് മാത്രം കാണിക്കലാണ്. അതാണ് ഹിസാബൻ യസീർ. എന്നാൽ വലാകിൻ മൻ നൂഖിഷൽ ഹിസാബ് യുഹ്ലിക്, എന്നാൽ ആരെങ്കിലുമൊക്കെ അവൻ്റെ വിചാരണ ശരിക്കും എടുത്ത് ഓരോന്നോരോന്ന് രേഖകൾ അല്ലാഹു തആല പരിശോധിച്ച് പറയാൻ തുടങ്ങിയാൽ അവൻ നശിച്ചത് തന്നെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോൾ ആ ഹദീസ് വളരെ വ്യക്തമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഒരു മുഅ്മിനായ രക്ഷപ്പെടുന്ന ഒരു വ്യക്തി പരലോകത്ത് വിചാരണ ചെയ്യപ്പെടുന്നത് എന്നുള്ളത്. നമ്മൾ ഓരോരുത്തരുടെയും കാര്യമാണ് ഈ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇന്നല്ലാഹ യുദ്നിൽ മുഅ്മിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിശ്വാസിയുടെ മുഅ്മിൻ്റെ അടുത്തേക്ക് വരും. ഫയളഉ അലൈഹി കൻഫ, എന്നിട്ടൊരു മറ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇടും. അപ്പോൾ ഓരോരുത്തരോടും റബ്ബ് സുബ്ഹാനഹു വ തആല വിചാരണ ചെയ്യുന്നുണ്ട്. ഒരു മറ റബ്ബ് സുബ്ഹാനഹു വ തആല ഇടും, മറ്റാരും കാണാതിരിക്കാൻ. എന്നിട്ട് അവനോട് ചോദിക്കും, അത്തഅരിഫു ദംബകദ, ഈ കാര്യം, ഈ തെറ്റ് നിനക്ക് ഓർമ്മയുണ്ടോ? ഈ തെറ്റ് നിനക്കറിയോ? ഭൂമിയിൽ ചെയ്ത തെറ്റാണ്. അത്തഅരിഫു ദംബകദ, ഇന്ന തെറ്റ് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കും. ഓരോ തെറ്റുകൾ എടുത്ത് ചോദിക്കും, നമ്മൾ ഭൂമിയിൽ ചെയ്യുന്ന തെറ്റ്. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു, തെറ്റിൻ്റെ നമുക്ക് പേടിക്കാനുള്ളൊരു കാരണമായിട്ട് തന്നെ ഇത് മതിയായതാണ്. കാരണം നമ്മൾ തൗബ ചെയ്താലും അത് അല്ലാഹു തആല എന്തായാലും ചോദിക്കും, ചോദിക്കാതെ വിടുന്നില്ല.
രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് എത്തുന്ന ആളുകളുടെ അവസ്ഥയാണ് ഈ പറയാൻ പോകുന്നത്. അവരോട് പോലും റബ്ബ് ചോദിക്കും, ഇത് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു രംഗം വരാനുണ്ട്. അങ്ങനെ ചോദിക്കും, അവൻ പറയും നഅം ഈ റബ്ബെ എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ ഹത്ത ഇദാ ഖററഹു ബിദുനൂബിഹി വറഅ ഫീ നഫ്സിഹി അന്നഹു ഖദ് ഖലക. ഇതിങ്ങനെ ഓരോ തെറ്റും ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് എല്ലാം ഇവൻ അംഗീകരിക്കേണ്ടി വരികയാണ്. അള്ളാഹുവാണ് ചോദിക്കുന്നത്. നശിച്ചത് തന്നെ എന്ന് ഇവൻ വിചാരിക്കും. നമ്മൾ വിചാരിക്കും ഇപ്പം നമുക്ക് ഈ ഹദീസ് അറിയാലോ, പക്ഷേ സഹോദരങ്ങൾ അവിടെ നമുക്കിത് ഓർമ്മയുണ്ടാവുകയില്ല. ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഓർമ്മയുണ്ടാവുകയില്ല. ഈ തെറ്റുകൾ ഓരോന്നും നമുക്ക് കാണിച്ചു തരുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കും നമ്മൾ നശിച്ചത് തന്നെയാണ്, നരകത്തിലേക്ക് അതിന് പോകാനുള്ളൂ എന്ന് ചിന്തിക്കുന്ന സമയത്തായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് സതർതുഹ അലൈക ഫിദ് ദുനിയ. ദുനിയാവിൽ ഈ തെറ്റൊന്നും നീ ചെയ്തപ്പോൾ ആരെയും ഞാൻ അറിയിച്ചിട്ടില്ല, നിന്നെ വഷളാക്കിയിട്ടില്ല, മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. വ അന അഗ്ഫിറുഹാ ലകൽ യൗം, ഇന്നേ ദിവസം ഞാനിതാ നിനക്കിത് പുറത്തു തന്നിരിക്കുന്നു. എന്നിട്ട് വയുഅ്ത കിതാബു ഹസനാതി, അവന് നന്മയുടെ കിതാബ് മാത്രം കൊടുക്കും. അല്ല, രണ്ട് രേഖയിലാണുള്ളത്. തിന്മയുടെ കാര്യങ്ങളൊന്ന് കാണിച്ചു കൊടുത്തിട്ട് അത് മാറ്റിവെക്കും. നന്മയുടെ കിതാബ് മാത്രം അവൻ്റെ വലം കയ്യിൽ കൊടുക്കുമെന്നുള്ളത് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുക, അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തിന്മകൾ എന്തെങ്കിലും ഒന്ന് അത് നമുക്ക് മറച്ചു വെച്ച് തന്നിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നമ്മൾ വഞ്ചിതനാകാൻ പാടില്ല. കാരണം അതിൽ വേറൊരു വിഷയമുണ്ട്. നമ്മളൊരു തെറ്റ് ചെയ്തു, അതാരെയും അള്ളാഹു അറിയിച്ചിട്ടില്ല, നമുക്ക് മാത്രമേ അറിയുള്ളൂ. അങ്ങനെ ഒരു തെറ്റാണെങ്കിൽ നമ്മളതിൽ വഞ്ചിതരാകാൻ പാടില്ല. കാരണം ചില വേളകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ തന്നെ പിടിക്കും. അതിനാണ് പണ്ഡിതന്മാർ ഇസ്തിദ്റാജ് എന്ന് പറയുന്നത്. അവന് ഇങ്ങനെ നൽകിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ആ തിന്മകൾ ചെയ്തുകൊണ്ടേയിരിക്കും. പെട്ടെന്നൊരു പിടുത്ത റബ്ബ് സുബ്ഹാനഹു വ തആലയുടേത് ഉണ്ടാകുന്നതായിരിക്കും. എന്നാൽ ഒരു മുഅ്മിൻ ആശ്വസിക്കാനുള്ളൊരു വകയുമായി പണ്ഡിതന്മാർ ഇത് പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും റബ്ബ് സുബ്ഹാനഹു വ തആല ദുനിയാവിലൊരു തെറ്റ് സംഭവിച്ചിട്ട് അത് മറച്ചു വെച്ചിട്ടുണ്ട് എങ്കിൽ ഇൻഷാ അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് ഈ പറയുന്ന കാര്യത്തിലായിരിക്കും പെടുക. അള്ളാഹു അത് പുറത്തു തരും. അള്ളാഹു പരലോകത്തും അത് മറച്ചു വെക്കും, ആളുകളുടെ ഇടയിൽ വഷളാക്കുകയില്ല. കാരണം റബ്ബ് സുബ്ഹാനഹു വ തആല വാഗ്ദാനമാണ്, ദുനിയാവിൽ അള്ളാഹു നമുക്കൊരു തിന്മ പുറത്തു തന്നിട്ടുണ്ടെങ്കിൽ, മറച്ചു വെച്ച് തന്നിട്ടുണ്ടെങ്കിൽ പരലോകത്തും റബ്ബ് സുബ്ഹാനഹു വ തആല അത് മറച്ചു വെക്കുന്നതാണ്. നമ്മൾ തൗബ ചെയ്തവരാണെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല അത് മറച്ചു വെക്കുന്നതാണ് എന്നുള്ളത് പണ്ഡിതന്മാർ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും. എന്നാൽ ഇവരെക്കാളും മുന്തിയൊരു വിഭാഗം വേറെയുണ്ട്. ഇവരെക്കാളും മുന്തിയൊരു വിഭാഗം സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ചോദ്യം പറച്ചിലേ ഇല്ല, ഒരു വിചാരണയുമില്ല, ഒരു ശിക്ഷയും അവർക്കുണ്ടാവുകയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, കിതാബ് തൗഹീദിൻ്റെ ഒക്കെ ദർസുകൾ കേട്ടിട്ടുണ്ട് എങ്കിൽ 70,000 ആളുകൾ ഈ ഉമ്മത്തിൽ അവർക്കൊരു വിചാരണയോ അവർക്കൊരു ശിക്ഷയോ ഇല്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ അതിൻ്റെ കണക്കിൽ 70,000 മാത്രമല്ല, ഹദീസുകളുടെ വ്യത്യസ്ത റിവായത്തുകളിൽ അത് ഇഷ്ടക്കണക്കിനുണ്ട് എന്നാണ്. ഒരുപാട് ആളുകളുണ്ട്, ലക്ഷങ്ങളായ ആളുകൾ അങ്ങനെ ഉണ്ട് എന്ന് തന്നെ കാണാൻ സാധിക്കും. അതായത് ആ ഹദീസിൻ്റെ വ്യത്യസ്ത റിവായത്തുകളിൽ വലതുഭാഗത്തും അത്രയുണ്ട്, ഇടതുഭാഗത്തും അത്രയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകമായ കോരലിലൂടെ ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ, 70,000 മാത്രമല്ല, അതിനേക്കാൾ കൂടുതൽ ആളുകൾ അവർ സ്വർഗത്തിൽ വിചാരണ ഇല്ലാതെ ഒരു ശിക്ഷയുമില്ലാതെ പ്രവേശിക്കും. അവർക്കൊരു ചോദ്യവുമില്ല, നേരെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്ന വിഭാഗമാണ്. അവരെക്കുറിച്ച് പറഞ്ഞത് ലാ യസ്തർഖൂൻ വലാ യക്തവൂൻ വലാ യതതയ്യറൂൻ, അവർക്ക് ഷിർക്കിൻ്റെ ഒന്നും ഉണ്ടാവുകയില്ല. അവർ റുഖിയ ശർഇയ്യ ചെയ്യുന്ന സമയത്ത്, രോഗം ചികിത്സിക്കുന്ന സമയത്ത് ഷിർക്കൻ രോഗം ഒന്നും അവർ ചികിത്സിക്കുകയില്ല. അതല്ലെങ്കിൽ അവർ പ്രയാസം കൊടുമ്പിരി കൊള്ളുമ്പോഴല്ലാതെ ഒരാളോടും ഒരു റുഖിയ ചെയ്തു തരാൻ പോലും ആവശ്യപ്പെടുകയില്ല. അത്രയും തവക്കലുള്ള ആളുകൾ. ഇവിടെ പണ്ഡിതന്മാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഒരാൾക്ക് വേറൊരു വഴിയില്ലെങ്കിൽ ചോദിക്കുന്നത് ഇതിൽ നിന്ന് ഒഴിവാണ്. കാരണം ചില റിവായത്തുകളിൽ മനസ്സിലാക്കാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ചില ആളുകൾ അങ്ങനെ ചോദിച്ചു വന്നതും മറ്റുമൊക്കെ സംഭവമുണ്ട്. രണ്ടാമത്തത് പറഞ്ഞത് ഇതേപോലെ തന്നെ ചികിത്സയാണ്, കൈ എന്ന് പറയുന്ന ചികിത്സയാണ്. ആ ചികിത്സയും വളരെ പ്രയാസപ്പെടുന്ന അവസ്ഥയിൽ ഒരാൾ ചോദിച്ചാൽ അയാൾക്ക് ഇതിൽ ഉൾപ്പെടാൻ സാധിക്കും. എന്നാൽ മൂന്നാമത് പറഞ്ഞ വല തത്തയ്യറുൻ, പക്ഷിനോട്ടം, ഷിർക്കുമായി ബന്ധപ്പെട്ട കാര്യം, ഷിർക്കിൻ്റെ ഒരു ഇനമാണത്. പക്ഷിനോട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കുക എന്ന് പറയുന്നത്. ഇതെല്ലാം സഹോദരങ്ങൾ പറഞ്ഞത് 70,000 അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹദീസുകൾ വന്നതുപോലെ ആ വിചാരണ ഇല്ലാതെ പ്രവേശിക്കുന്ന ഒന്നാമത്തെ വിഭാഗമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2 വിഭാഗം ആളുകളാണ് അവർ. ആരാണെന്ന് പറയുക? ഹിസാബൻ യസീർ, എളുപ്പമുള്ള വിചാരണ എന്ന് പറയണമെങ്കിൽ 2 വിഭാഗമാണ്. ഒരു വിചാരണ ഇല്ലാതെ രക്ഷപ്പെടുന്നവരും, അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്ന് കാണിച്ചിട്ട് മാത്രം സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ആളുകൾ. എന്നാൽ സഹോദരങ്ങളെ, രണ്ടാമത്തെ വിഭാഗം അതല്ല. അല്ലാഹു തആല പറയുന്നത്
രണ്ടാമത്തെ വിഭാഗം ഇടത് കയ്യിൽ കിട്ടുന്നതാണ്. അതുപോലെ ഒന്നാമത്തെ വിഭാഗത്തെക്കുറിച്ച് അല്ലാഹു തആല പറയുന്നു, വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറ, അവനവൻ്റെ കുടുംബക്കാരുടെ അടുക്കലേക്ക് സന്തോഷവാനായിക്കൊണ്ട് തിരിച്ചു പോകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സ്വർഗത്തിലാണത്. സ്വർഗത്തിൽ ഈ വിചാരണ കഴിഞ്ഞിട്ട് ഇനി സ്വർഗത്തിൻ്റെ ഭവനങ്ങളിലേക്ക് പോകുമ്പോൾ അവൻ സന്തോഷമായിരിക്കാൻ അവിടെ ഉണ്ടാകുന്നത് പണ്ഡിതന്മാർ പറഞ്ഞു, ഒന്ന് അവനെ സ്വർഗത്തിൽ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ള ഹൂറുലീനുകളായ സ്വർഗീയ സ്ത്രീകളെ റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുണ്ട് അവരുടെ അടുക്കലേക്കാണ്. അതുപോലെ ദുനിയാവിലുള്ള അവൻ്റെ ഭാര്യ സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടുണ്ട് എങ്കിൽ ഏറ്റവും മനോഹരിയായി അവളവിടെ കാത്തിരിക്കുന്നുണ്ടാകും, അവളും അവിടെ ഉണ്ടാകുന്നതാണ്. അതുപോലെ വളരെ മുത്തുകളായ കുട്ടികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കൺകുളിർമ നൽകുന്ന കുട്ടികളെയും അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടാകും. ഇതെല്ലാം അവൻ്റെ കുടുംബമാണ്. ആ കുടുംബത്തിൻ്റെ അടുക്കലേക്കാണ് അവൻ മടങ്ങിപ്പോകുന്നത്. വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറ, സന്തോഷത്തോടുകൂടി മടങ്ങിപ്പോകുമെന്നാണ്. ഇവിടെ ഹദീസുകളിൽ വന്നതായി കാണാൻ സാധിക്കും. അതുപോലെ ആയത്തുകളിൽ വന്ന കാര്യമാണ്. ഒരാളുടെ കുടുംബക്കാർ അയാളെക്കാളും ഉന്നതമായ സ്ഥാനത്താണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം അല്ലാഹു അവരെ താഴേക്ക് കൊണ്ടുവരികയല്ല, മറിച്ച് ഈ അർഹത ഇല്ലാത്ത ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുകളിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുക. ഇനി അയാളുടെ കുടുംബക്കാർ താഴെയാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ താഴേക്കല്ല കൊണ്ടുപോകുന്നത്, മറിച്ച് ആ കുടുംബക്കാരെ നമ്മുടെ അടുക്കലേക്ക് കൊണ്ടുവരും. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം സ്വർഗത്തിൽ വീണ്ടും ഇങ്ങനെയാണ്. അവിടെ പണ്ഡിതന്മാർ പറഞ്ഞു, സ്വർഗത്തിൻ്റെ എല്ലാ സ്ഥാനങ്ങളും അത് നല്ല അനുഗ്രഹങ്ങൾ തന്നെയാണ്, നഈമത്ത് തന്നെയാണ്, സുഖാനുഭൂതി തന്നെയാണ്. പിന്നീടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് പൂർണ്ണതയിലാണ്. ഏറ്റവും പൂർണ്ണത ജന്നാത്തുൽ ഫിർദൗസിലാണ്. പിന്നീട് അതിൻ്റെ താഴെ അങ്ങനെയാണ് ഉണ്ടാവുക. ഒന്നിനും ഒരു കുറവില്ല. ഒന്നിനും മനുഷ്യന് പ്രയാസമുണ്ടാക്കുന്നതോ മടുപ്പിക്കുന്നതോ ആയ ഒരു കാര്യവുമല്ല. എല്ലാം സുഖസൗകര്യങ്ങളുള്ളത് തന്നെയാണ്. പക്ഷെ ഏറ്റവും മനോഹരമായത് ഏറ്റവും മുകളിലേക്ക് എത്തുമ്പോഴാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വയൻഖലിബു ഇലാ അഹ്ലിഹി മസ്റൂറ, അവൻ്റെ കുടുംബക്കാരുടെ അടുക്കലേക്ക് സന്തോഷത്തോടു കൂടി അവൻ മടങ്ങിപ്പോകുന്നതാണ് എന്നാണ് പറഞ്ഞത്. വിചാരണയൊന്നുമില്ല, എല്ലാം കഴിഞ്ഞ് റബ്ബ് സുബ്ഹാനഹു വ തആല എളുപ്പത്തിലേക്ക് ഒഴിവാക്കുകയാണ്. രണ്ടാമത്തെ വിഭാഗത്തെക്കുറിച്ച് പറയുന്നത്, വഅമ്മാ മൻ ഊതിയ കിതാബഹു വറാഅ ളഹ്രിഹി ഫസൗഫ യദ്ഉ സുബൂറ വയസ്ല സഈറ വഅമ്മാ മൻ ഊതിയ കിതാബഹു വറാഅ ളഹ്രി. ഒരു വിഭാഗത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കിതാബ് നൽകുന്നത് ഇടത്തെ കൈയിലാണ്. ആ ഇടത്തെ കയ്യിൽ നൽകുന്നതാകട്ടെ മുന്നിൽ നിന്നല്ല, പിന്നിൽ നിന്നാണ് നൽകുന്നത്. പിന്നിലേക്ക് ആണ് നൽകുക, പിന്നിലേക്ക് കൂടിയായിരിക്കും അവൻ്റെ ഇടത്തെ കൈയിലേക്ക് നൽകുക. ഇത് അങ്ങേയറ്റം നിന്ദിച്ചുകൊണ്ടുള്ള കാര്യമാണ്. ഇടത്തെ കൈയിലേക്ക് നൽകുകയും അത് പിന്നിൽ നിന്ന് നൽകുകയും ചെയ്യുക. ഒരു കറാമത്തും ഒരു ആദരവും അവനുണ്ടാവുകയില്ല. ഏറ്റവും മോശമായ അവസ്ഥയിലായിരിക്കും അവനുണ്ടാകുക. കാരണം ഇങ്ങനെ കിട്ടിയ ആളുകൾ അവർ അങ്ങേയറ്റം ദൗർഭാഗ്യവാന്മാരായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവർക്കായിരിക്കും നേരത്തെ പറഞ്ഞതുപോലെയുള്ള വിചാരണ ഉണ്ടാവുക. വമന്നൂഖിഷ ഉദ്ദിബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും കൃത്യമായി വിചാരണ ചെയ്യപ്പെടുകയാണ് എങ്കിൽ ശിക്ഷിക്കപ്പെടും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹദീസുകളിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇടത്തെ കയ്യിൽ കിട്ടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും ജീവിതത്തിലുള്ളത് ചോദിക്കപ്പെടുന്നതാണ്. ഇതെന്തിനാണ് ചെയ്തതെന്ന് ചോദിക്കും. നേരത്തെ ചോദിച്ചത് അത്താരിഫു കഥ, ഇത് അറിയോന്ന് മാത്രമാണ്. എന്തിന് ചെയ്തു എന്ന് പോലും നേരത്തെ ചോദിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ കാരുണ്യമാണത്. സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളെ വിചാരണ എന്ന് പറഞ്ഞിട്ട് കാണിക്കുമ്പോൾ ആ താരിഫു കഥ, ഇത് അറിയോന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. എന്തിനാണ് ഈ തിന്മ ചെയ്തതെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കുന്നില്ല. എന്നാൽ ഇവിടെ എന്തിനാണ് ഇത് ചെയ്തത് എന്ന് ചോദിക്കും. അതുപോലെ റബ്ബ് സുബ്ഹാനഹു വ തആല ദുനിയാവിൽ നിനക്ക് നൽകിയ അനുഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു തരും. എന്താണ് ചെയ്തത്? ഈ അനുഗ്രഹങ്ങളൊക്കെ നിൻ്റെ മുന്നിലുണ്ടായിരുന്നു. എങ്ങനെയാണ് നീ ഉപയോഗപ്പെടുത്തിയത്? എന്തുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്തിയില്ല എന്ന് പറഞ്ഞിട്ടായിരിക്കും വിചാരണ എന്നാണ് സഹോദരങ്ങളെ ഈ ആളുകളെക്കുറിച്ച് പറയുന്നത്. എന്നാൽ ഇവരെക്കാൾ മോശം വിഭാഗം വേറെയുമുണ്ട്. നേരത്തെ എളുപ്പമുള്ള വിചാരണ പറഞ്ഞപ്പോൾ അവരെക്കാൾ ഉന്നതമായ വിഭാഗത്തെ നമ്മൾ മനസ്സിലാക്കി, ഒരു വിചാരണ ഇല്ലാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. എന്നാൽ ഇവരെക്കാളും ഖേദകരമായ അവസ്ഥയുള്ള ആളുകളുണ്ട്. അവരെക്കുറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല പരസ്യമായിട്ടായിരിക്കും അവരുടെ വിചാരണ ഉണ്ടാവുക. അവരുടെ തിന്മകൾ എല്ലാവരുടെ ഇടയിലും വഷളാക്കുന്നതായിരിക്കും. അഥവാ ദുനിയാവിൽ തിന്മകൾ ചെയ്ത് ആ തിന്മയിലായി മരണപ്പെടുന്ന ആളുകളാണ്. തൗബ ചെയ്യാതെ തിന്മയിലായി മരണപ്പെടുന്ന ആളുകളുടെ അവസ്ഥ റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു തന്നിട്ടില്ലെങ്കിൽ അവനെ വഷളാക്കുന്നതായിരിക്കും. മാലോകരറിയും. ദുനിയാവിൽ ആരും അറിഞ്ഞിട്ടില്ല. ഭാര്യ അറിഞ്ഞിട്ടില്ല, കുട്ടികൾ അറിഞ്ഞിട്ടില്ല, ഉപ്പ അറിഞ്ഞിട്ടില്ല, ഉമ്മ അറിഞ്ഞിട്ടില്ല, അയൽവാസികൾ അറിഞ്ഞിട്ടില്ല, നാട്ടുകാരറിഞ്ഞിട്ടില്ല. അവിടെ വെച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവരുടെ മുന്നിലും ഇവൻ ഇത്രയും തിന്മ ചെയ്യുന്ന ആളായിരുന്നു എന്നറിയിക്കുന്ന ഒരു രംഗമാണ് ഉണ്ടാകുക. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫസൗഫ യദ്ഉ സുബൂറ, അവൻ എൻ്റെ നാശമേ എന്ന് വിളിക്കുന്നതാണ്. സുബൂറ എന്ന് പറഞ്ഞാൽ അവൻ ഹലാക്ക്, ഇനി രക്ഷയില്ല. അത്രയും പ്രയാസത്തിലാണ് അവനുള്ളത്. അവനൊന്നും ഇനി ചിന്തിക്കാനില്ല. അവൻ എനിക്ക് നാശമുണ്ടാകട്ടെ എന്ന് സ്വന്തത്തിന് നാശമുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് അവനെത്തി. അല്ലാഹു തആല സൂറത്തുൽ ഹാഖയിൽ പറഞ്ഞല്ലോ, യാ ലൈതനി ലം ഊത കിതാബിയ വലം അദ്രി മാ ഹിസാബിയ. അവൻ പറയും, എനിക്ക് കിതാബ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ,
എനിക്കിങ്ങനൊരു വിചാരണ ഉണ്ടായിരുന്നില്ലെങ്കിൽ എത്ര നന്നായേനെ എന്ന് അവൻ പറയുന്ന രംഗമുണ്ടാകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അതിനുശേഷം വയസ്ല സഈറ, ആളിക്കത്തുന്ന നരകാഗ്നിയിൽ അവൻ കത്തിയെരിയുന്നതാണ് എന്ന് സഹോദരങ്ങളെ പറയാണ്. ആ നരകാഗ്നിയിൽ എത്തിക്കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണ്? നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. ഏറ്റവും ചെറിയ ശിക്ഷ എന്ന് പറയുന്നത് ഒരാൾക്ക് ആളിക്കത്തുന്ന തീ കൊണ്ടുള്ളൊരു ചെരുപ്പ് ധരിപ്പിക്കലാണ്. അതാണ് ഏറ്റവും ചെറിയ ശിക്ഷ എന്ന് പറയുന്നത്. അത് ധരിപ്പിച്ച ഉടനെ തന്നെ അവൻ്റെ തലച്ചോറ് പോലും തിളക്കുന്ന അത്ര ചൂട് അതിനുണ്ട് എന്ന് കാണാൻ സാധിക്കും. ഇതാണ് ഏറ്റവും ചെറിയ ശിക്ഷ. ഇനി ചെറിയ ശിക്ഷ എന്ന് പറയുന്നത് അത് നാൾക്ക് നാൾ വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്ന ശിക്ഷയായിരിക്കും. നാൾക്ക് നാൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നതായിരിക്കും. ഒരിക്കലും ഒരു കുറവുണ്ടാവുകയില്ല. അവനെങ്ങനെയെങ്കിലുമൊക്കെ പുറത്ത് കടക്കാൻ സാധിക്കുമെന്നൊരിക്കലും അവൻ ചിന്തിക്കാൻ സാധിക്കുകയില്ല. സഹോദരങ്ങളെ, നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഇതൊക്കെ തൗഹീദ് ഉള്ള ആളുകൾക്കും ഈ ശിക്ഷ ലഭിക്കാം. അള്ളാഹു നമ്മെ കാക്കുമാറാകട്ടെ. കാരണം തിന്മകൾ റബ്ബ് സുബ്ഹാനഹു വ തആല വിചാരണ ചെയ്ത് നമ്മുടെ തിന്മകളാണ് കൂടുതൽ എങ്കിൽ ആ തിന്മകൾക്കുള്ള പരിഹാരമാകുന്ന കാലം അത്രയും നരകത്തിലേക്ക് കഴിയേണ്ടി വരും. ചിലപ്പോൾ പിശാച് നമ്മളെ വഞ്ചിക്കും. തൗഹീദ് ഉണ്ടല്ലോ, നിസ്കാരമൊക്കെ ഉണ്ടല്ലോ, പക്ഷെ നിസ്കാരക്കാരും നരകത്തിലേക്ക് എത്തുമെന്നാണ്. കാരണം എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഹദീസിൽ കാണുന്ന നിസ്കരിക്കുന്ന ആളുകൾക്ക് നിസ്കാരത്തിൻ്റെ ഭാഗം മാത്രം ശിക്ഷിക്കപ്പെടാതെ ബാക്കിയാക്കും. നിസ്കാരത്തിൻ്റെ അടയാളമുള്ള ഭാഗം മാത്രം ശിക്ഷിക്കപ്പെടാതെ ബാക്കിയാക്കും എന്ന് പറഞ്ഞാൽ നിസ്കാരക്കാർ പോലും നരകത്തിലെത്താം. അവരുടെ തിന്മകളാണ് കൂടുതലെങ്കിൽ. അള്ളാഹു നമ്മെ കാക്കുമാറാകട്ടെ. ഇവിടെ സഹോദരങ്ങളെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തുകൊണ്ടാണ് അവർക്ക് ആ സംഭവിച്ചത് എന്ന് പറയുന്നുണ്ട്. അവർ ഭൂമിയിൽ എങ്ങനെയായിരുന്നു എന്നും പറയുന്നുണ്ട്. ഇന്നഹു കാന ഫി അഹ്ലിഹി മസ്റൂറ, തീർച്ചയായും അവൻ സ്വന്തക്കാർക്കിടയിൽ സന്തോഷത്തോടെ കഴിയുന്നവനായിരുന്നു. ഈ തിന്മകളൊക്കെ ചെയ്യുന്ന സമയത്തും അവൻ്റെ കുടുംബക്കാരുണ്ട്, അവൻ്റെ ഗ്യാങ് ഉണ്ട്. അവൻ്റെ കുടുംബത്തോടൊക്കെ തിന്മകൾ ചെയ്തിട്ട് ഒരു കുഴപ്പമില്ലാതെ അങ്ങനെ ജീവിച്ചവരായിരുന്നു. അല്ലാഹു തആല എന്തിനാണ് ഈ പറഞ്ഞത്? ഭൂമിയിൽ അങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ടാകും, അവരെ കണ്ട് നിങ്ങൾ വഞ്ചിതരാകരുത് എന്ന് മനസ്സിലാക്കാനാണ്. അവരൊരുപാട് തിന്മകൾ ചെയ്യുന്നുണ്ട്, അപ്പോഴും സന്തോഷത്തോടെയാണ്. വളരെ ലക്ഷറി ലൈഫാണ്, അള്ളാഹുവിനെ മറന്ന ജീവിതമാണ്, ഒന്നുമില്ല. അങ്ങനെയൊക്കെ കഴിയുന്ന ആളുകളായിരുന്നു എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല അവരെക്കുറിച്ച് പറയാൻ. ഇന്നഹു വന്ന അല്ല യഹൂർ, താൻ ഒരിക്കലും ഇനി അള്ളാഹുവിലേക്ക് മടങ്ങി വരികയില്ല എന്ന ചിന്തയായിരുന്നു അവർക്കുണ്ടായിരുന്നത് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഇത് രണ്ട് വിഭാഗം ഇവിടെ ഉൾപ്പെടും. ഒന്ന് കാഫിറുകളായ ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസം തന്നെ അങ്ങനെയാണ്, ഇനിയൊരു വിചാരണ ഇല്ല, പരലോകമില്ല, അങ്ങനെ വിശ്വസിച്ച് ജീവിക്കുന്ന ആളുകളുണ്ടാകും. രണ്ടാമത്തത് മുസ്ലിമീങ്ങൾ തന്നെയാണ്. അവർ തിന്മകൾ ചെയ്യുന്ന സമയത്ത് അവരങ്ങനെയാണ് ധരിച്ചു പോയത്, ഇതിനൊന്നൊരു വിചാരണ ഇല്ല. അവർ വിചാരിച്ചത് ഇന്നഹുല്ലൻ അല്ല യഹൂർ എന്നാണ്. ഇങ്ങനൊരു മടക്കി വരവോ ഇതിനെക്കുറിച്ചൊരു ചോദിക്കലോ ഇതിനൊരു വിചാരണയോ ഇല്ല എന്നുള്ള ധാരണയിലാണ് മുഅ്മിനീങ്ങളായ ആളുകൾ പോലും തിന്മ ചെയ്തത്. അല്ലെ, ഏതൊരു മുസ്ലിമും ഏതൊരു മുഅ്മിനും അവൻ തിന്മ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ പരലോക വിശ്വാസമില്ലാതായി തീരുകയാണ്. അതുകൊണ്ടാണ് ഒരു ഹദീസിൽ വന്നിട്ടുള്ളത്, ഒരാൾ വ്യഭിചരിക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ ഒരു കൊലപാതകം നടത്തുന്ന സമയത്ത് അവൻ്റെ ഈമാൻ ഒരു കുട പോലെ ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങുമെന്നാണ്. ഈമാൻ ഒരു കുട പോലെ ആകാശത്തേക്ക് ഉയർന്നു പോകുകയാണ്. വിശ്വാസമില്ലാതായി തീരുന്ന ആ സന്ദർഭത്തിലാണ് ഇത്തരം തിന്മകൾ സംഭവിക്കുന്നത്. പിന്നീട് അവൻ തിന്മയിൽ ചെയ്തു കഴിയുമ്പോഴാണ് അവൻ്റെ വിശ്വാസം അത് തിരിച്ച് അവനിലേക്ക് വരുന്നത്. അവൻ കാഫിറായി പോകുന്നില്ല എന്നർത്ഥം. പക്ഷേ തിന്മകൾ ചെയ്യുന്ന സമയത്ത് എല്ലാവരുടെയും വിചാരം അതാണ്, ഒന്ന് കാഫിറുകളെ പോലെ സാദൃശ്യപ്പെടുകയാണ്. കാഫിറുകളുടെ വിചാരം എന്തുകൊണ്ടാണ് അവർ തിന്മ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്? ഇതിന് വിചാരണ ഇല്ല, പരലോകമില്ല എന്ന ധാരണയിലാണ്. വിശ്വാസികളും തിന്മകൾ ചെയ്യുന്ന സമയത്ത് ഈ ധാരണ അവരുടെ മനസ്സിൽ അറിയാതെ വരികയാണ്. ഇതൊന്നും ചോദിക്കുകയില്ല, ഇതൊന്നും പിടികൂടുകയില്ല, ഇതിൻ്റെ ഒന്നും വിചാരണ ഇല്ല എന്നുള്ള ചിന്തയായിരിക്കാം അവർക്കുണ്ടാകുന്നത്. എന്നാൽ അല്ലാഹു തആല പറയുന്നു, ബല ഇന്ന റബ്ബഹു കാന ബിഹി ബസീറ, അതെ തീർച്ചയായും അവൻ്റെ റബ്ബ് അവനെപ്പറ്റി കണ്ടറിയുന്നവനായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം ഈ ചെയ്യുന്ന സമയത്ത്, അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്ന സമയത്ത് സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആല ഇതെല്ലാം കൃത്യമായി രേഖപ്പെടുത്താൻ അള്ളാഹു നിശ്ചയിച്ച മലക്കുകൾ അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾ അറിഞ്ഞിരുന്നില്ല? അള്ളാഹു തആല നിശ്ചയിച്ച മലക്കുകൾ ഉണ്ടായിരുന്നു, അവർ നന്മ തിന്മകൾ രേഖപ്പെടുത്തുന്നത് ഉണ്ടായിരുന്നു എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല സഹോദരങ്ങളെ നമ്മെ അറിയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഈ ചിന്തയിലായിരിക്കണം ജീവിക്കേണ്ടത്. പരലോകത്തെത്തിയാൽ ഈ രണ്ട് വിഭാഗങ്ങളെ ഉണ്ടാവുകയുള്ളൂ. ഇത് ഏത് വിഭാഗത്തിലാണ് ഞാൻ ഉണ്ടാകുക എന്ന് ഓരോരുത്തരും ചിന്തിക്കണം. സൽക്കർമ്മങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ, ആ സൽക്കർമ്മങ്ങളിൽ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വലത്തെ കയ്യിൽ നമ്മുടെ രേഖകൾ വാങ്ങിക്കാം. അതല്ല, തിന്മകളിൽ തന്നെയാണ്, തൗബ ചെയ്യാൻ ഒരുക്കമില്ല, ആ ഹറാമുകളിൽ തന്നെ ജീവിക്കാനാണ് ഒരാൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ അത് അവൻ ചിന്തിക്കാം, അവൻ തീരുമാനിക്കാം, അവൻ്റെ അവസ്ഥ ഈ രൂപത്തിലായിരിക്കും ഉണ്ടാവുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ലോകത്ത് സഹോദരങ്ങളെ നമ്മൾ നന്നായി ജീവിക്കുക. അല്ലാഹു തആല നമ്മൾ വിചാരണ ചെയ്യുമെന്നുള്ള ബോധ്യത്തോടു കൂടി ജീവിക്കുക. വല്ല തെറ്റുകളും പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായി തൗബ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം നമുക്ക് പുറത്തു തരുന്നതായിരിക്കും. അതല്ലാതെ ഈ കേവല ദുനിയാവിലുള്ള ആസ്വാദനങ്ങൾക്ക് വേണ്ടി വലിയ ആസ്വാദനങ്ങളെ ഒരാൾ വിറ്റുകളഞ്ഞാൽ എന്തായിരിക്കും അവൻ്റെ അവസ്ഥ?
ഈ ആസ്വാദനങ്ങൾക്ക് വേണ്ടി പരലോകത്ത് കിട്ടുന്ന വലിയ വലിയ ആസ്വാദനങ്ങളെ അവൻ വിറ്റ് കളയണം. അത് വിറ്റിട്ടാണ് ഇത് വാങ്ങിയിട്ടുള്ളത്. രണ്ടും അവന് പറ്റുന്നില്ല, രണ്ടും പറ്റുകയില്ല ഒരാൾക്ക്. ദുനിയാവിൽ അള്ളാഹുവിനെ മറക്കുകയും പരലോകത്ത് അള്ളാഹുവിൻ്റെ ആസ്വാദനങ്ങൾ ലഭിക്കുകയും ചെയ്യുക ഒരാൾക്ക് സാധിക്കുകയില്ല. ഏതെങ്കിലും ഒന്ന് ത്യജിക്കാൻ തയ്യാറാകണം. ദുനിയാവിൽ ഈ പറയുന്ന നൈമിഷികമായ സമയത്ത് പലതും നമ്മൾ ത്യജിച്ചു കഴിഞ്ഞാൽ അള്ളാഹു താല അതിന് പകരമായിട്ട് ആഖിറത്തിൽ നൽകുമെന്നുള്ളത് തന്നെയാണ്. ദുനിയാവിൽ ലഹരികൾ ഉപയോഗിക്കാതെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ വിധേയപ്പെട്ട് ജീവിച്ചാൽ റബ്ബ് സുബ്ഹാനഹു വ തആല പരലോകത്ത് ആസ്വദിക്കുന്ന ആസ്വാദനങ്ങളുടെ ലോകത്ത് അതെല്ലാം നൽകുന്നതാണ്. ദുനിയാവിൽ അന്യ സ്ത്രീകളുമായിട്ടുള്ള ബന്ധം ഒരാൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പരലോകത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല ഹൂറുൽ ലീനെ നൽകിക്കൊണ്ട് അള്ളാഹു താല ആദരിക്കുന്നതാണ്. ഏതൊരു കാര്യവും അങ്ങനെ തന്നെയാണ്. ഇവിടെ ത്യജിക്കുന്നവർക്കാണ് റബ്ബ് സുബ്ഹാനഹു വ തആല സഹോദരങ്ങളെ പരലോകത്ത് നൽകുക. അതുകൊണ്ട് നമ്മളാണ് ചിന്തിക്കേണ്ടത്. ഈ കുറഞ്ഞ കാലഘട്ടത്തിലേക്ക് ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് എന്നെന്നും മുറിയാത്ത കാലങ്ങളായി നമുക്ക് ബാക്കിയാകുന്ന ആ സ്വർഗത്തെ നമ്മൾ നഷ്ടപ്പെടുത്തണോ? അതല്ല റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ദീൻ അനുസരിച്ചുകൊണ്ട് അല്പം ക്ഷമയോടുകൂടി ജീവിച്ചുകൊണ്ട് പരലോകമുള്ള സുഖ സൗകര്യങ്ങൾ നമ്മൾ ഉറപ്പുവരുത്തണമോ? നമ്മൾ ചിന്തിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, പരലോകത്ത് വെച്ചുകൊണ്ട് ദുനിയാവിൽ ഒരുപാട് ആസ്വാദനങ്ങളിൽ ജീവിച്ചൊരു മനുഷ്യനെ കൊണ്ടുവരും. ആ ജീവിച്ച മനുഷ്യനെ കൊണ്ടുവന്നിട്ട് നരകത്തിലൊന്ന് മുക്കിയെടുക്കും. എന്നിട്ട് അവനോട് ചോദിക്കും, ദുനിയാവിൽ വല്ല ആസ്വാദനം ഉണ്ടാവുമോ? നമ്മളെപ്പോലെയുള്ള ആളുകളോടല്ല, ദുനിയാവിൽ എല്ലാ ആസ്വാദനങ്ങളും ജീവിച്ച ആളുകൾ, അങ്ങനെയുള്ള ആസ്വാദനങ്ങൾ എല്ലാത്തിലും ജീവിച്ച ഒരു മനുഷ്യനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള ആളുകളുടെ അവസ്ഥ ആലോചിച്ചാൽ മതി. അവനൊന്ന് നരകത്തിൽ മുക്കിയെടുത്ത് കഴിഞ്ഞപ്പോൾ അവനെല്ലാം മറന്നു പോകണം. അവൻ പറയും, ദുനിയാവിൽ ഞാൻ ഒന്നും ആസ്വദിച്ചിട്ടില്ല എന്ന് പറയും. അപ്പോൾ ദുനിയാവിലെല്ലാം ആസ്വദിച്ച ഒരു വ്യക്തിയുടെ അവസ്ഥ നരകത്തിലൊന്ന് മുക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം മറന്നു പോകുന്നത് പോലെയാണ്. ഒന്നും അവന് ഓർമ്മ ഉണ്ടാവുകയില്ല. എന്നാൽ ദുനിയാവിൽ ഏറ്റവും പ്രയാസത്തിൽ ജീവിച്ചൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ സ്വർഗത്തിലൊന്ന് പ്രവേശിപ്പിച്ചിട്ട് പുറത്തെടുക്കും. എന്നിട്ട് ചോദിക്കുന്നു, എനിക്ക് ദുനിയാവിൽ വല്ല പ്രയാസം ഉണ്ടായിട്ടുണ്ടോ? അവൻ പറയില്ല റബ്ബ്, എനിക്ക് ദുനിയാവിൽ ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. കാരണം ആ സ്വർഗത്തിലേക്ക് ഒന്ന് കാലെടുത്ത് വെക്കുമ്പോഴേക്കും എല്ലാം മറന്നുപോയി. ഇതെന്തിനാണ് ഈ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിൽ പ്രയാസം ഉണ്ടാകുന്ന സമയത്ത് ഒന്ന് ക്ഷമിച്ചോളാം, ഇതൊന്ന് ക്ഷമിച്ചോളൂ, പരലോകത്തെത്തി സ്വർഗത്തിലേക്ക് എത്തും, ഇതൊക്കെ മറന്നുപോകും. ഇതൊന്നും ഒരാൾ ഓർമ്മിക്കാൻ പോകുന്നില്ല, ഇതൊന്നും ഒരാളും ഓർമ്മിക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യമാണ്. ദുനിയാവിൽ തന്നെ നമുക്ക് അറിയുന്ന കാര്യമാണ്. ദുനിയാവിൽ തന്നെ നമുക്കിതിൻ്റെ ചില സൂചനകളുണ്ട്. തിന്മകൾ ചെയ്ത ആൾക്ക് പിന്നീട് ആലോചിക്കുമ്പോൾ തിന്മയെ കൊണ്ട് വലിയ സമാധാനം വല്ല എന്തെങ്കിലും കിട്ടാനുണ്ടോ? ഒരു തിന്മയിൽ ആസ്വദിച്ചൊരു വ്യക്തിക്ക് പിന്നീട് ആലോചിക്കുമ്പോൾ മനസ്സിൽ പ്രയാസങ്ങളും ദുഃഖങ്ങളും അല്ലാതെ അത് ആലോചിച്ചിട്ടൊരു ആസ്വാദനം കിട്ടുന്നില്ല. എന്നാൽ നന്മകൾ ചെയ്ത വ്യക്തിക്ക് പിന്നീട് ആലോചിക്കുമ്പോൾ മനസ്സിന് വല്ലാത്ത സമാധാനമാണ്. അത് മുഅ്മിൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ തന്നെ നൽകുന്ന അനുഗ്രഹമാണ്. മുഅ്മിൻ രാത്രി നിസ്കരിച്ചൊരു വ്യക്തിക്ക് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തൊരു വ്യക്തിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ തന്നെ മനസ്സിന് എപ്പോഴും സമാധാനം നൽകും. അത് ആലോചിക്കുമ്പോൾ ഒരു സആദത്ത്, ഒരു സൗഭാഗ്യം അവനുണ്ടാകും. എന്നാൽ ഹറാമുകൾ ചെയ്ത വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അത് മുസ്ലിം ആകട്ടെ കാഫിറാകട്ടെ, അവനെ സംബന്ധിച്ചിടത്തോളം അവന് പ്രയാസം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് പിന്നീട് ആലോചിച്ചുകൊണ്ട് ആസ്വദിക്കാനും അവന് സാധിക്കുന്നില്ല. ദുനിയാവിൽ പോലും അങ്ങനെയാണ്. അതാണ് പറഞ്ഞത്, ദുനിയാവിൽ മുഴുവനായിട്ടും ഈ നിഷിദ്ധങ്ങൾ കഴിഞ്ഞാൽ പോലും പരലോകത്ത് തീയിലേക്കൊന്ന് മുക്കിയെടുത്താൽ എല്ലാം മറന്നവനെ പോലെയായി തീരും. അപ്പോൾ അതിനേക്കാളും കുറഞ്ഞ ആസ്വാദനങ്ങൾ മാത്രം കിട്ടിയിട്ട് അതിൻ്റെ ഹറാമുകൾ ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും സഹോദരങ്ങളെ? അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ബല ഇന്ന റബ്ബഹു കാന ബിഹി ബസീറ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞത്. പിന്നീട് സഹോദരങ്ങൾ, അടുത്ത ആയത്ത് അവസാന ഭാഗത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, ഫലാ ഉഖ്സിമു ബിശ്ശഫഖ് വല്ലൈലി വമാ വസഖ് വൽഖമരി ഇദത്തസഖ്. ഇദത്തസഖ് എന്നാണ് ഓതേണ്ടത്. അത് ഇദാ എന്നുണ്ടാകും. അതിനുശേഷം വരുന്ന വാക്കിന് ഷദ്ദോടു കൂടിയാണ് ആരംഭിക്കുന്നത്. അലിഫ് കഴിഞ്ഞിട്ട് പിന്നീട് താ ആണ് അവിടെ ഉള്ളത്. ആ അലിഫ് പാരായണം ചെയ്യുകയില്ല. അലിഫിന് ഹംസത്തുൽ വസ്ൽ എന്നാണ് പറയുക. അത് തുടക്കത്തിൽ മാത്രം വായിക്കുമ്പോഴേ ഇത്തസഖ എന്ന് നമുക്ക് വായിക്കാം. ഇത ഒഴിവാക്കി നമ്മൾ വായിക്കുകയാണെങ്കിൽ അത് ഇത്തസഖ എന്ന് വായിക്കും. പക്ഷെ ഇത വന്നു കഴിഞ്ഞാൽ പിന്നീട് ആ അലിഫ്, അത് ഹംസത്തുൽ വസ്ൽ, അത് വായിക്കൂല. അപ്പോൾ ശേഷമുള്ളത് ഷദ്ദുള്ള അക്ഷരമാണ് ഇത കഴിഞ്ഞിട്ട് ആദ്യം വരുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതാ എന്ന് പറയുന്ന വാക്കിൻ്റെ മദ്ദ് അവിടെ മാറ്റി നിർത്തണം. പോതേണ്ടത് വൽ ഖമരി ഇദത്തസഖ് ലതർകബുന്ന തബഖൻ അൻ തബഖ് فما لهم لا يؤمنون وإذا قرئ عليهم القرآن لا يسجدون
بل الذين كفروا يكذبون والله أعلم بما يوعون فبشرهم بعذاب أليم إلا الذين آمنوا وعملوا الصالحات لهم أجر غير ممنون. അല്ലാഹു സുബ്ഹാനഹു വതആല ഒന്നുകൂടി മനുഷ്യനെ വളരെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ചില കാര്യങ്ങളെ സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ്. ഫല ഉഖ്സിമു ബിശ്ശഫഖ്, അസ്തമയ ശോഭയെ കൊണ്ട് ഞാനിതാ സത്യം ചെയ്തു പറയുന്നു. നമ്മൾ നേരത്തെ സത്യം ചെയ്യുന്ന വിഷയവുമായി ബന്ധപ്പെട്ടപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ഉദ്ദേശിക്കുന്ന അവൻ്റെ പടപ്പുകളെ തൊട്ട് സത്യം ചെയ്യും. എന്നാൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം, പടപ്പുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ കൊണ്ടല്ലാതെ സത്യം ചെയ്യാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ അഹ്ലഫ ബിഗൈരില്ലാഹ് ഫഖദ് അശ്റക്, ആരെങ്കിലും അള്ളാഹുവിനെ കൊണ്ടല്ലാതെ സത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ സത്യം ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന പടപ്പുകളെക്കുറിച്ച് നമുക്ക് സത്യം ചെയ്യാൻ പാടില്ല. ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് എന്നല്ല, ഇത് ഇജ്മാ ഉള്ള വിഷയമാണ്. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമല്ല, മുസ്ലിം ലോകത്തിന് ഏക അഭിപ്രായമുള്ള വിഷയമാണ് ഇത്. അതുകൊണ്ട് വല്ലാഹി, അള്ളാഹുവാണ് സത്യം എന്ന രൂപത്തിൽ ആണ് നമ്മൾ പറയേണ്ടത്, അതല്ലാതെ അത് പറയാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല എന്തിനു വേണ്ടിയിട്ടാണ് അവൻ്റെ പടപ്പുകളിൽ ചിലതിനെ തൊട്ട് സത്യം ചെയ്യുന്നത്? ശേഷം പറയാൻ പോകുന്ന കാര്യങ്ങൾ അതീവ ഗുരുതരമായ കാര്യമാണ്, ഗൗരവമുള്ള കാര്യമാണ്, ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലാഹു തആല പറയുന്നത്. ഫല ഉഖ്സിമു ബിശ്ശഫഖ്, അള്ളാഹുവിടെ സത്യം ചെയ്യാൻ ഉപയോഗിച്ചത് അശ്ശഫഖാണ്, അഥവാ അസ്തമയ ശോഭ. അസ്തമയ ശോഭ എന്ന് പറഞ്ഞാൽ നമ്മൾ മഗ്രിബ് കഴിഞ്ഞാൽ, അഥവാ സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ ആകാശത്ത് ബാക്കി നിൽക്കുന്ന ആ ശോഭയെക്കുറിച്ചിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. ഒരു ചുവപ്പ് നിറമുള്ള ഒരു വെളിച്ചമാണ് അശ്ശഫഖ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫല ഉഖ്സിമു ബിശ്ശഫഖ്, അസ്തമയ ശോഭയെ കൊണ്ട് ഞാനിതാ സത്യം ചെയ്തു പറയുന്നു എന്ന് റബ്ബ് സുബ്ഹാനഹു വതആല പറയാണ്. അശ്ശഫഖ് നമ്മൾ പറഞ്ഞു, സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ആകാശത്ത് ബാക്കിയാകുന്ന ആ ചുവപ്പ് നിറത്തിനാണ് അശ്ശഫഖ് എന്ന് പറയുന്നത്. ഷഫഖ് എന്ന് പറയുന്ന വാക്കിന് നേർത്തത് എന്നുള്ള അർത്ഥമുണ്ട്. ഈ പ്രകാശം അങ്ങനെയാണ്, നേർത്ത പ്രകാശമാണ്, വളരെ വ്യാപിച്ചിട്ടുള്ളൊരു പ്രകാശമല്ല അത്. ഇനി അസ്തമയ ശോഭയ്ക്ക് ശേഷം മറ്റൊരു ശോഭ വരാനുണ്ട്, അൽദൗ ഉൽ അബിയദ്. ആദ്യത്തേത് അൽദൗ ഉൽ അഹ്മറാണ്, ചുവപ്പ് പ്രകാശമാണ്. പിന്നീട് ഉണ്ടാകുന്നത് അൽദൗ ഉൽ അബിയദ്. ഈ ചുവപ്പ് മാഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരു ചെറിയൊരു വെളിച്ചം ഉണ്ടാകുന്നതാണ്. ഈ ചെറിയ വെളിച്ചം, ആകാശത്തുള്ള ചെറിയ വെളുപ്പ് എന്ന് പറയുന്നത് അത് ഏകദേശം രാത്രിയുടെ 1/3 വരെ ഉണ്ടാകും. പിന്നീടാണ് അർദ്ധരാത്രിയോട് അടുക്കുമ്പോഴാണ് ആകാശം പൂർണ്ണമായി കറുത്തിരുണ്ടു പോകുന്നത്. ഇത് കാണാൻ സാധിക്കും. റബ്ബ് സുബ്ഹാനഹു വതആലയുടെ ഖുദ്റത്താണ്. ഇത്രയും നേരം പ്രകാശിച്ചിരുന്ന ഈ ആകാശത്തെ റബ്ബ് സുബ്ഹാനഹു വതആല പിന്നെ ഇത് ഇരുട്ടാക്കി കൊണ്ടുപോകുകയാണ്. അള്ളാഹുവിൻ്റെ ഖുദ്റത്താണ്. അതിനെയാണ് റബ്ബ് സുബ്ഹാനഹു വതആല സത്യം ചെയ്ത് പറയുന്നത്. ഈ പറയുന്നത് പോലെ റബ്ബ് സുബ്ഹാനഹു വതആല കാര്യങ്ങളെല്ലാം മാറ്റുന്നതാണ്. അതിനാണ് രാപ്പകലുകൾ മാറുന്നത് യഥാർത്ഥത്തിൽ ചിന്തിക്കാൻ പറഞ്ഞത്. രാവ് എങ്ങനെയാണ് പകലിലേക്ക് പ്രവേശിക്കുന്നത്, പകൽ എങ്ങനെയാണ് രാവിലേക്ക് പ്രവേശിക്കുന്നത്, ഒന്നും നമ്മുടെ കയ്യിലില്ല. ദുനിയാവിൽ ഒരാളുടെയും കയ്യിലില്ല. ആരെങ്കിലും ഉണ്ടോ ദുനിയാവിൽ അത്രയും കഴിവുള്ള ഏതെങ്കിലും രാജ്യമോ ഏതെങ്കിലും വ്യക്തിയോ ബുദ്ധിയുള്ള ആരെങ്കിലോ എനിക്കിതിലൊരു പങ്കുണ്ട്, ഞാനാണതിനെ മാറ്റുന്നത്, എനിക്ക് നാളെ കുറച്ച് നേരത്തെ ആക്കാൻ പറ്റും, മറ്റന്നാളെ കുറച്ച് വൈകിപ്പിക്കാൻ പറ്റും? ആർക്കും സാധിക്കുന്നില്ല. അതാ കാര്യങ്ങളൊന്നും നമ്മുടെ കൺട്രോളിലല്ല. നമ്മൾ വരുന്നതും ഭൂമിയിലേക്ക് ജനിച്ചതും ഇനി ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകുന്നതും ഒന്നും നമ്മുടെ പരിധിയിലല്ല. നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളുടെ നിലനിൽപ്പുകളും ഒന്നും അതിൻ്റെ ഇടിപ്പുകളും ഒന്നും നമ്മുടെ പരിധിയിലല്ല. അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വതആല അങ്ങനെയുള്ള മാറ്റങ്ങളെക്കുറിച്ച് റബ്ബ് സുബ്ഹാനഹു വതആല എടുത്തു പറഞ്ഞിട്ട് സത്യം ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു വല്ലൈലി വമാ വസഖ്, രാത്രിയെയും അത് ഒന്നിച്ചു ചേർക്കുന്നവയും തന്നെ സത്യം എന്നാണ് പറയുന്നത്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശം? രാത്രി നമുക്കറിയാം, വമാ വസഖ് എന്നുള്ളതിന് പണ്ഡിതന്മാർ വ്യത്യസ്ത അർത്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തേത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാം ചേർത്ത് വെക്കുക എന്നുള്ള അർത്ഥമാണുള്ളത്. വല്ലൈലി വമാ വസഖ് എന്ന് പറഞ്ഞാൽ എല്ലാം ചേർത്ത് വെക്കുക എന്നുള്ള അർത്ഥമാണ് അതിനുള്ളത്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കാരണം പകലിൽ മനുഷ്യരാകട്ടെ മൃഗങ്ങളാകട്ടെ പറവകളാകട്ടെ എല്ലാം ഇങ്ങനെ ഭൂമിയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, പകലെല്ലാം വ്യാപിച്ചിരിക്കുകയാണ്. രാത്രിയോടാകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ആളുകൾ പൊതുവെ എല്ലാവരും കൂടണയുന്നതാണ് അല്ലെ. മനുഷ്യരിൽ ബഹുഭൂരിപക്ഷവും രാത്രിയോട് അടുക്കുമ്പോഴേക്കും വീടണയാൻ ആഗ്രഹിക്കുന്നവരാണ്, അങ്ങനെ വീട് അണയുന്നവരാണ്. ഇനി മൃഗങ്ങൾ എടുത്തു നോക്കിയാലോ,
മൃഗങ്ങളും അവരുടെ കൂടുകളിലേക്ക് കയറുന്നത് ഈ രാത്രിയാകുമ്പോഴാണ്. പറവകൾ എവിടെയെല്ലാം സഞ്ചരിച്ചാലും രാത്രിയാകുമ്പോഴേക്കും അവരിങ്ങനെ കൂടണയുന്നത് കാണാൻ സാധിക്കും. ആരാണ് ഇതെല്ലാം കൃത്യമായി അതിന് മാർഗ്ഗനിർദ്ദേശം നൽകിയിട്ടുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ സത്യം ചെയ്ത് പറയാണ്, വല്ലൈലി വമാ വസഖ്, രാത്രിയും അത് ഒന്നിച്ചു ചേർക്കുന്നവയും തന്നെയാണ് സത്യം. വലിയ ദൃഷ്ടാന്തമാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള നിലക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതുപോലെ വസഖ് എന്ന് പറയുന്നതിന് വേറെയും ഒരു അർത്ഥമുണ്ട്. ജന്ന വസത്തർ, മറക്കുക എന്ന് പറയുന്ന ഒരു അർത്ഥവുമുണ്ട്. അഥവാ രാത്രിയിൽ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മറച്ചിടുകയാണ്. ഇരുട്ടാണത്. ആ ഇരുട്ടിൽ മനുഷ്യർ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഗൃഹങ്ങളിലേക്ക്, അതുപോലെ തന്നെ മൃഗങ്ങളെ അവരുടെ കൂടുകളിലേക്കാക്കി എല്ലാത്തിനെയും മറക്കുകയാണ്. അതുപോലെ രാത്രിയുടെ അമലുകളെല്ലാം മറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ രാത്രിയും അതിനെ മറക്കുകയും തന്നെയാണെന്ന് പറഞ്ഞാൽ അതും ഉദ്ദേശിക്കുന്നുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നീട് പറഞ്ഞു വൽ ഖമരി ഇദത്തസക്, ചന്ദ്രൻ പൂർണ്ണത പ്രാപിക്കുമ്പോൾ അതിനെ കൊണ്ടും ഞാൻ സത്യം ചെയ്യുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം. ഇത്തസഖ എന്ന് പറഞ്ഞാൽ പൂർണ്ണത പ്രാപിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത്തസഖ എന്ന് പറയുന്ന വാക്കിനർത്ഥം ഒരു കാര്യത്തിന് പൂർണ്ണത പ്രാപിക്കുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൂർണ്ണ ചന്ദ്രനെയും കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്ത് പറയുന്നു. എന്താണ് സത്യം ചെയ്ത് പറയുന്ന കാര്യം? ലതർകബുന്ന തബഖൻ അൻ തബഖ്, തീർച്ചയായും നിങ്ങൾ ഘട്ടം ഘട്ടമായി കയറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അല്ലാഹു തആല പറയാണ്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇവിടെ മഹാനായ അസ്സഅദി റഹിമഹുല്ലാ വളരെ മനോഹരമായി ഇതിനെ വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലതർകബുന്ന, നിങ്ങൾ കയറിക്കൊണ്ടിരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ അയ്യുഹന്നാസ് തബഖൻ അൻ തബഖ്, ജനങ്ങളെ നിങ്ങൾ വ്യത്യസ്ത ഘട്ടങ്ങളിൽ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഐ അത്വാറൻ മുതഅദ്ദിദ വ അഹ്വാലൻ മുതബായന, നിങ്ങൾ വ്യത്യസ്ത ഘട്ടങ്ങളിലാണുള്ളത്. മിൻ നുത്ഫതി ഇലൽ അലഖ, നിങ്ങൾ ആദ്യം എന്താണ് ഉണ്ടായിരുന്നത്? ആദ്യം ഒരു ഇന്ദ്രിയ തുള്ളിയായിരുന്നു, അതിൽ നിങ്ങളൊരു മാംസപിണ്ഡമായി മാറി, അങ്ങനെ രക്തപിണ്ഡമായി മാറി. ഇലൽ അലഖതി ഇലൽ മുദ്ഗ, പിന്നീട് രക്തപിണ്ഡത്തിൽ നിന്നും മാംസപിണ്ഡമായി മാറി. ഇലൻ നഫ്ഖി റൂഹ്, പിന്നീട് നിങ്ങളുടെ ആത്മാവ് നിങ്ങളുടെ ഊതുകയുണ്ടായി. സുമ്മ യകൂനു വലീദൻ, പിന്നീട് നിങ്ങൾ ഒരു ചെറിയ കുട്ടിയായി. വത്തുഫ്ലൻ, ഒരു അതിനേക്കാൾ മേലെയുള്ള കുട്ടിയാണ്. മുമയ്യിസൻ, അത് നീ മുമയ്യിസായ കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്ന 7 വയസ്സ് പ്രായമായി. ഇങ്ങനെ മാറി. സുമ്മ യജ്രി അലൈഹി ഖലമു തക്ലീഫ്, പിന്നീട് നിനക്ക് തക്ലീഫ് വരാൻ തുടങ്ങി. വൽ അംറു വന്നഹി, നിന്റെ നന്മയും തിന്മയും ഒക്കെ അത് നിനക്ക് ബാധകമാകാൻ തുടങ്ങി. സുമ്മ യമൂതു ബഅദ ദാലിക്, പിന്നീട് നീ മരണപ്പെടുന്നു. സുമ്മ യുബ്അസു വയുജാസി ബിഅമാലിഹി, പിന്നീട് നീ പുനരുത്ഥാനത്തിലേക്ക് വരുന്നു, നിന്റെ അമലുകൾക്ക് പ്രതിഫലം നൽകുന്നു. ഫഹാദിഹി തബഖാത്തുൻ മുഖ്തലിഫ അൽജാരിയതു അലൽ അബ്ദി ദാലത്തുൻ അന്നല്ലാഹ വഹ്ദഹു ഹുവൽ മഅബൂദുൽ മുവഹ്ഹിദുൽ മുദബ്ബിറു ലിഇബാദിഹി ബിഹിക്മതിഹി വറഹ്മതിഹി വഅന്നൽ അബ്ദ ഫഖീറുൻ ആജിസുൻ തഹ്ത തദ്ബീരിൽ അസീസിർ റഹീം. ഇതെല്ലാം മനസ്സിലാക്കി തരുന്നത് ഈ പറയുന്ന ഘട്ടങ്ങളെല്ലാം നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നുണ്ട്. മനുഷ്യനെ വിളിച്ചു പറയാൻ, മുസ്ലിമിനെയും കാഫറിനെയൊക്കെ ചിന്തിക്കാൻ വേണ്ടി പറയാൻ, ഈ ഘട്ടങ്ങളിലൊക്കെ നിങ്ങൾ പോകുന്നുണ്ട്. മനുഷ്യൻ്റെ ഘട്ടം നോക്കിയാൽ ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നും രക്തപിണ്ഡമായി മാംസപിണ്ഡമായി എല്ലുകൾ ചുറ്റിപ്പൊതിയുന്നു, അതിന് റൂഹ് വരുന്നു, അങ്ങനെ പുറത്തേക്ക് ചെറിയ കുട്ടിയായി ജനിക്കുന്നു. അങ്ങനെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ മനുഷ്യനിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഘട്ടങ്ങളിലൊക്കെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട് എങ്കിൽ ഇതിന് ശേഷമുള്ള ഘട്ടങ്ങളിലേക്കും നിങ്ങൾ കടന്നു പോകുന്നതാണ്. മനുഷ്യൻ ഈ പറയുന്ന ഘട്ടങ്ങളിലൊന്നും ഒരു റോളും അവനുണ്ടായിട്ടില്ല, അവനൊരു നിയന്ത്രണവും അതിലുണ്ടായിട്ടില്ല. ഒരാൾക്കും ഇതിലേതെങ്കിലും ഒന്നും ഒഴിവാക്കി അടുത്തതിലേക്ക് പോകാമെന്ന് തീരുമാനിക്കാൻ സാധിക്കുകയില്ല. ഒരു ചെറിയ കുട്ടിക്ക് യുവത്വം ഒഴിവാക്കിയിട്ട് അവന് പ്രായത്തിലേക്ക് വാർദ്ധക്യത്തിലേക്ക് എത്താൻ സാധിക്കുകയില്ല. അല്ലെങ്കിൽ യുവത്വത്തിലുള്ള ഒരുവൻ എനിക്ക് ഈ യുവത്വം തന്നെ മതി, ഇനി അടുത്ത ഘട്ടത്തിലേക്ക് എനിക്ക് പോകേണ്ടതില്ല എന്ന് തീരുമാനിക്കാനും സാധിക്കുകയില്ല. ഈ ഘട്ടങ്ങളിലെല്ലാം തീർച്ചയായും നിങ്ങൾ കടന്നു പോകുന്നുണ്ട്. ലതർകബുന്ന തബഖൻ അൻ തബഖ്, ഈ ഘട്ടങ്ങളിലെല്ലാം നിങ്ങൾ കടന്നു പോകുന്നുണ്ട് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്. എങ്കിൽ ഇനി മരണശേഷവുമുള്ള ഘട്ടങ്ങളിൽ നിങ്ങൾ കടന്നു പോകും. ഈ പറയുന്ന ഘട്ടങ്ങളിലൊക്കെ നിങ്ങളുടെ അറിവില്ലാതെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ മരണാനന്തര കർമ്മങ്ങളിലും നിങ്ങളുടെ അറിവില്ലാതെ തന്നെ കാര്യങ്ങളെല്ലാം സംഭവിക്കും എന്നുള്ളത് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്. ഫമാലഹും ലാ യുഅ്മിനൂൻ, എന്നാൽ അവർക്കെന്തു പറ്റി? അവർ വിശ്വസിക്കുന്നില്ല. ഈ പറയുന്ന ദുനിയാവിൽ അവർ ഈ കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവർക്ക് വിശ്വസിക്കാൻ സാധിക്കാത്തത്? എന്തുകൊണ്ടാണ് വിശ്വസിക്കാൻ സാധിക്കാത്തത്? അല്ലാഹു തആല നൽകിയ ബുദ്ധി അതുകൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അവന് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഈ കാണുന്ന ദൃഷ്ടാന്തങ്ങളൊന്നും വെറുതെ ഉണ്ടാവുകയില്ല എന്നുള്ളത് ഏതൊരു മനുഷ്യൻ്റെയും ബുദ്ധി അവൻ അറിയിക്കുന്ന കാര്യമാണ്. എങ്ങനെയാണ് നിസ്സാരമായൊരു വസ്തു പോലും വെറുതെ ഉണ്ടാകുന്നില്ല എങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം വെറുതെ ഉണ്ടാകുന്നത്? അല്ലേ, ബുദ്ധിയുള്ളൊരു മനുഷ്യന് ചിന്തിച്ചൂടെ? ആരെങ്കിലുമൊക്കെ ചിന്തിക്കുമോ? പെട്ടെന്നൊരു കമ്പനി ഉണ്ടായി, ആ കമ്പനിയുടെ പേര് ടെസ്ല എന്ന പേരാണ്, എന്നിട്ട് ഒരു കാറുണ്ടായി, അത് വെറുതെ പോകുന്നു, അതിൻ്റെ പിന്നിലൊന്നും ആരും ഉണ്ടായിട്ടില്ല. അമേരിക്കയിൽ പെട്ടെന്നൊരു കാർ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അതിങ്ങനെ ഓടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ആരെയും വിശ്വസിക്കും? പെട്ടെന്നൊരു കാർ അങ്ങനെ എല്ലാവരും 4 ഭാഗത്തുനിന്ന് ഒരു കമ്പനിയൊക്കെ അങ്ങനെ പൊന്തി വന്ന് ഭൂമിയിൽ നിന്ന് അങ്ങനെ നോക്കുമ്പോൾ ഒരു ഓട്ടോമാറ്റിക് കാർ അതിങ്ങനെ ഓടുന്നുണ്ട് അങ്ങനെ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? എല്ലാവരും പറയും വെഡ്ഡിയാണെന്ന് പറയും.
എന്നാൽ ഈ കാണുന്ന സൂര്യൻ അതിങ്ങനെ കൃത്യമായി ഉയർന്നു പൊങ്ങുന്നുണ്ട്, അത് കൃത്യസമയത്ത് അത് അസ്തമിക്കുന്നുണ്ട്, ആ സമയത്ത് ചന്ദ്രൻ വരുന്നുണ്ട്, നക്ഷത്രങ്ങൾ തെളിയുന്നുണ്ട്, കൃത്യസമയത്ത് മനുഷ്യർക്ക് വർഷാവർഷം മഴ ലഭിക്കുന്നുണ്ട്, കായികനികൾ ഉണ്ടാകുന്നുണ്ട്. ഈ പറയുന്ന ദൃഷ്ടാന്തങ്ങളൊക്കെ അതൊക്കെ വെറുതെയാണ്, അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകുന്നതാണെന്ന് പറയുമ്പോൾ എല്ലാവർക്കും വിശ്വസിക്കാൻ സാധിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതാണ് പറയുന്നത്, എല്ലാ മനുഷ്യനും ചിന്തിക്കാൻ പറ്റുന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ മുമ്പ് പറഞ്ഞത്, കാഫിറുകളായ ആളുകൾ അവർ കാഫിറുകളായിട്ടുണ്ട് എങ്കിൽ അള്ളാഹു അവരെ നിഷേധികളെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക അവർ നിഷേധിച്ചത് തന്നെയാണ്. അതല്ലാതെ അവർക്കൊന്നും തിരിഞ്ഞിട്ടില്ല, അവർക്കൊന്നും മനസ്സിലായിട്ടില്ല, അവരങ്ങനെ വിശ്വസിച്ച് പോയതാണ് അല്ല. അങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നീതി എങ്ങനെയാണ് ഉണ്ടാവുക? അള്ളാഹു എല്ലാവരോടും നീതി കാണിച്ചിട്ടുണ്ട്. അങ്ങനെ നീതി കാണിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരും ബാക്കിയാവുകയില്ല. സഹോദരങ്ങളെ, എല്ലാവരെയും റബ്ബ് സുബ്ഹാനഹു വ തആല പിന്നീട് സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കേണ്ടി വരും. അല്ല, അള്ളാഹുവിൻ്റെ നീതി അനുസരിച്ചിട്ടാണ് കാഫിറുകളും മുനാഫിക്കുകളും നരകത്തിലേക്ക് പോകുന്നത് എന്നുള്ള കാര്യം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഫമാ ലഹും ലാ യുഅ്മിനൂൻ, അതാണ് അള്ളാഹു തആല ചോദിക്കുന്നത്, എന്തുപറ്റി അവർക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല, എന്തുപറ്റി അവർക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല? വഇദാ ഖുരിയ അലൈഹിമുൽ ഖുർആനു ലാ യസ്ജുദൂൻ, അവർക്ക് ഖുർആൻ ഓതിക്കൊടുക്കപ്പെട്ടാൽ അവർ സുജൂദ് ചെയ്യുന്നില്ല. ഇതിനും പണ്ഡിതന്മാർ വ്യത്യസ്ത അർത്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ലാ യസ്ജുദൂൻ എന്ന് പറഞ്ഞാൽ തഫ്സീർ സഅദിയിൽ കാണാം, ലാ യഖ്ലഊന ലിൽ ഖുർആൻ വലാ യൻഖാദൂന ലി അവാമിരിഹി വനവാഹി, അവർ ഖുർആന് വിധേയപ്പെടാൻ സാധിക്കുന്നില്ല. ഖുർആൻ്റെ വചനങ്ങൾ കേൾക്കുന്ന സമയത്ത് അതിന് വിധേയപ്പെടാൻ, അതിൻ്റെ കൽപ്പനകളെ പാലിക്കാൻ, വിലക്കുകളെ ഒഴിവാക്കാൻ ഒന്നും അവർക്ക് സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് അവരങ്ങനെ സംഭവിച്ചു പോയത്? വഇദാ ഖുരിയ അലൈഹിമുൽ ഖുർആൻ ലാ യസ്ജുദൂൻ, ഖുർആൻ കേട്ടാൽ അത് സ്വീകരിക്കണമായിരുന്നു, എന്തുകൊണ്ട് സ്വീകരിക്കാൻ സാധിക്കുന്നില്ല? വേറെ ചിലർ പറഞ്ഞു ലാ യസ്ജുദൂൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാ യുസല്ലൂൻ, എന്തുകൊണ്ട് അവർ നിസ്കരിക്കുന്നില്ല എന്നാണ്. കാരണം നിസ്കാരത്തിലെ പ്രധാനപ്പെട്ട ഒരു റുക്കുനാണ് സുജൂദ് എന്ന് പറയുന്നത്, അതുകൊണ്ടാണത് നിസ്കാരത്തെക്കുറിച്ച് പറയുന്നത്. ഇതെല്ലാം കേട്ടിട്ടും എന്തുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി നിസ്കരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു ബലില്ലദീന കഫറൂ യുകദ്ദിബൂൻ, പക്ഷേ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും പരലോകത്തെയും നിഷേധിച്ച കാഫിറുകൾ അവർ സത്യത്തെ കളവാക്കിയതാണ്. അവർ കളവാക്കിക്കൊണ്ടാണ് അവരിങ്ങനെ കാഫിറുകളായി തീർന്നത്. അവർക്ക് ഹക്ക് മനസ്സിലാകാനിട്ടല്ല, ഇസ്ലാം സത്യമാണെന്ന് മനസ്സിലാകാനിട്ടല്ല, അതിന് സ്വീകരിക്കാൻ തയ്യാറല്ല. അവരുടെ ദേഹേച്ഛകൾ, അവരുടെ കുടുംബ മഹിമകൾ, അവരുടെ പാരമ്പര്യം, ഇതൊന്നും ഒഴിവാക്കിയിട്ട് എനിക്കിതൊന്നും വരാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? അതിനെ പരിഹസിക്കണം, അതിനെ കളിയാക്കണം. അള്ളാഹു പറയുന്നു വല്ലാഹു അഅലമു ബിമാ യുഊൻ, അവർ മനസ്സുകളിൽ ഒളിപ്പിച്ചതിനെക്കുറിച്ച് അള്ളാഹു തആലക്ക് നന്നായിട്ട് അറിയാം. എന്തുകൊണ്ട് നീ മുസ്ലിം ആയില്ല, എന്തുകൊണ്ട് സത്യം സ്വീകരിച്ചിട്ടില്ല? അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നിൻ്റെ കൽബിൻ്റെ അകത്തുള്ള മുഴുവൻ കാര്യങ്ങളും വളരെ കൃത്യമായി അറിയാമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാൻ. എന്നിട്ട് എല്ലാവരോടും പറയുന്നു ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, അതുകൊണ്ട് തന്നെ നബിയെ അവർക്ക് വേദനയേറിയ ഒരു ശിക്ഷയെപ്പറ്റി സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് പറയും. ഇനി വരാനുണ്ട്, ഇനി വേദനയേറിയ ശിക്ഷ ലഭിക്കാനുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. ഇവിടെ എന്തുകൊണ്ടാണ് ബശ്ശിർഹും എന്ന് പറഞ്ഞത്, സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് പറഞ്ഞത്? ശിക്ഷയെക്കുറിച്ചിട്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞു ബഷിർ, ബിഷാറ, സന്തോഷ വാർത്ത എന്നുള്ളത് അത് പറയാൻ വാക്കങ്ങനെ വരാൻ കാരണം ലിഅന്നഹ തുഅസ്സിറു ഫിൽ ബശറ, അത് ശരീരത്തിൽ തൊലിയിൽ പ്രതിഫലിക്കും. സുറൂറൻ ഔ ഗമ്മ, അത് പ്രയാസമാണെങ്കിലും ശരി, വ്യസനമാണെങ്കിലും ശരി, ദുഃഖമാണെങ്കിലും ശരി, ശരീരത്തിൽ പ്രതിഫലിക്കും. ഒരാളുടെ മുഖത്തിൽ സന്തോഷം ഉണ്ടായാൽ മനസ്സിലാവും, ദുഃഖം ഉണ്ടായാൽ മനസ്സിലാവും. തൊലിയിലാണ് ഈ മാറ്റം ഉണ്ടാകുന്നത്, നമ്മുടെ ഈ സ്കിന്നിലാണ് ഈ മാറ്റം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ബിഷാറ എന്ന് പറയുന്ന വാക്ക് സന്തോഷത്തിനും ദുഃഖത്തിനും ഉപയോഗിക്കും. അതാണ് ചിലർ പറഞ്ഞത്. വേറെ ചിലർ പറഞ്ഞു അതല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷിക്കുക എന്ന് പറയുന്ന വാക്ക് അങ്ങനെ തന്നെ ഉദ്ദേശിച്ചതാണ്, മറിച്ച് അത് പരിഹാസമാണ്. സന്തോഷിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് പരിഹാസമാണ്, നിങ്ങൾക്ക് ശിക്ഷ വരാനുണ്ട്, ഇപ്പോൾ സന്തോഷിച്ചോളൂ എന്ന് പറഞ്ഞ് റബ്ബ് സുബ്ഹാനഹു വ തആല അവരെ പരിഹസിച്ചതാണ് എന്നും മുഫസ്സിറുകൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, അതിനാൽ വേദനയേറിയ ശിക്ഷയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അത് സന്തോഷ വാർത്ത അവരെ അറിയിച്ചോളൂ, കാഫിറുകൾ അറിയിച്ചോളൂ. ഇല്ലല്ലദീന ആമനു, എന്നാൽ ആ ശിക്ഷ ലഭിക്കാത്ത ആളുകൾ ആരാണ്? വിശ്വസിച്ച ആളുകൾ. വഅമിലുസ് സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച ആളുകൾ. ലഹും അജ്റുൻ ഗൈറു മംനൂൻ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മുറിഞ്ഞു പോകാത്ത പ്രതിഫലം നൽകുന്നതാണ് എന്ന് സന്തോഷ വാർത്ത മുഅ്മിനീങ്ങൾക്ക് അറിയിക്കുകയാണ്. അവർക്ക് ഈ ശിക്ഷ ഉണ്ടാവുകയില്ല. വിശ്വസിച്ചു, അള്ളാഹുൽ വിശ്വസിച്ചു, സൽക്കർമ്മങ്ങൾ ചെയ്തു, അള്ളാഹു തആല കൽപ്പിച്ച കാര്യങ്ങളെല്ലാം അങ്ങനെ ചെയ്തുകൊണ്ട് ജീവിച്ചു പോകുന്ന ആളുകൾക്ക് ലഹും അജ്റുൻ ഗൈറു മംനൂൻ, അവർക്ക് മുറിഞ്ഞു പോകാത്ത പ്രതിഫലമുണ്ട്. കാരണം ദുനിയാവിൽ ലഭിക്കുന്ന ഏതൊരു പ്രതിഫലം ചിലപ്പോൾ അത് മുറിഞ്ഞു പോകും. മംനൂൻ എന്ന് പറയുന്ന വാക്കിന് പണ്ഡിതന്മാർ വ്യത്യസ്തങ്ങളായ തഫ്സീർ നൽകിയിട്ടുണ്ട്. ചിലർ പറഞ്ഞു അത് ഗൈറു മഖ്തു, മുറിഞ്ഞു പോകാത്തത്, അതാണ് ഈ അർത്ഥം മലയാളത്തിൽ കൊടുത്തത്. ഗൈറു മഖ്തു, മുറിഞ്ഞു പോകാത്തത്. അത് ഒരു സമയത്ത് കഴിഞ്ഞാൽ സ്വർഗ്ഗത്തിൽ നിങ്ങൾ അമലക്ക് ഇത്ര ദുനിയാവിൽ ഇപ്പോൾ 60 വർഷത്തിലേ ജീവിച്ചിട്ടുള്ളൂ, അതിൻ്റെ പ്രതിഫലം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവൻ്റെ തീർന്നു പോകുക. അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ജീവിച്ചാൽ കൂടുതൽ പ്രതിഫലം അങ്ങ് കുറേ കാലം ഉണ്ടാവുക ഇല്ല.
സ്വർഗത്തിൽ പ്രവേശിച്ചാൽ പിന്നീട് പുറത്ത് വരുന്ന ഒരു പ്രശ്നമില്ല. സ്വർഗത്തിൽ ഒരാൾ പ്രവേശിച്ച ഒരു കാരണവശാലും പിന്നീട് അവന് പുറത്തു പോവുകയില്ല. അവന് കിട്ടുന്ന സുഖങ്ങൾ വർദ്ധിക്കുക എന്നുള്ളതല്ലാതെ ഒന്നും കുറഞ്ഞു പോവുകയില്ല. മുറിഞ്ഞു പോകാത്ത പ്രതിഫലം ഉണ്ടാകും. വേറെ ചിലർ പറഞ്ഞു അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹുവ സവാബുല്ലദി യുഅ്താഹു സാഹിബുഹു ബി ഇക്റാമിൻ വമിൻ ഗൈരി തൻഗീസിൻ. അതൊരാൾക്ക് കൊടുക്കുന്ന പ്രതിഫലമാണ്, ആദരവോടുകൂടി കൊടുക്കുന്ന, അതുപോലെ തന്നെ വളരെ അവനെ ഒരു നിലക്കും അവന് നിന്ദിക്കാത്ത രൂപത്തിൽ കൊടുക്കുന്നതാണ്. പണ്ഡിതന്മാർ പറഞ്ഞപ്പോൾ ദുനിയാവിൽ ചിലപ്പോൾ നമ്മൾ ചില ജോലി ചെയ്ത ആളുകൾക്ക് പ്രതിഫലം കൊടുക്കും. അപ്പോൾ കൊടുക്കുന്ന സമയത്ത് ചില ആൾക്കാർ എന്ത് ചെയ്യും, ഇങ്ങനെ എറിഞ്ഞിട്ടെല്ലാം കൊടുക്കും, എങ്ങനെയെല്ലാം കൊടുക്കും, അന്നെടുത്തോ എന്ന് പറയും. അല്ലെ പറഞ്ഞ് ഈ ചെയ്ത പണിയൊന്നും ശരിയായിട്ടില്ല, കുറക്കും 1000 പണിയില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ കൊടുക്കും. എന്നാൽ റബ്ബ് സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുമ്പോൾ ഈ രണ്ട് കാര്യമില്ല. അള്ളാഹു വളരെ ആദരവോടുകൂടിയാണ് അവൻ സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്നത്. അതുപോലെ അവൻ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടാലും കുറേ കുറവുകളുണ്ടെങ്കിലും അവൻ സ്വർഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ നല്ല രീതിയിലാണ് അവനെ ആദരിക്കുന്നത്. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലഹും അജ്റുൻ ഗൈറു മംനൂൻ എന്ന് പറഞ്ഞാൽ ആ രണ്ട് അർത്ഥങ്ങളും ഉദ്ദേശിക്കുന്നുണ്ട് എന്നാണ്. ഈ സൂറത്തിലുള്ള പ്രധാനപ്പെട്ട ചില പാഠങ്ങൾ കൂടി പറഞ്ഞ് അവസാനിക്കാം. ഒന്ന്, സഹോദരങ്ങളെ, ഈ സൂറത്തും കഴിഞ്ഞുപോയ തക്വീർ മുതൽ ഇൻഷിഖാഖ് വരെയുള്ള എല്ലാ സൂറത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൻ്റെ ഭയാനകമായ കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ട് മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരുങ്ങുന്നതിന് വേണ്ടിയിട്ട് അള്ളാഹു അവനോട് ആവശ്യപ്പെടുകയാണ്. രണ്ടാമത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല കുഫാറുകൾക്ക് നാളെ ഉണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ച് എടുത്തു പറഞ്ഞു തന്നത് ദുനിയാവിൽ മുഅ്മിനീങ്ങൾ വഞ്ചിതരായി പോകാതിരിക്കാനാണ്. ഇന്ന ആളങ്ങനെ കാണുമ്പോൾ, അവരിന്ന് ജീവിക്കുന്ന കാണുമ്പോൾ, അവരുടെ ഭയങ്കരമായ ലൈഫ് കാണുമ്പോൾ, അപ്പോൾ നമുക്ക് അങ്ങനെയൊന്നും ഇപ്പോൾ കിട്ടുന്നില്ല, നമ്മളിങ്ങനെയൊക്കെ ജീവിച്ചൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ആരും വഞ്ചിതരാകേണ്ടതില്ല. പരലോകത്ത് വെച്ച് ഇവർക്ക് ഉണ്ടാകാൻ പോകുന്നത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് മുഅ്മിൻ അള്ളാഹു ആശ്വസിപ്പിക്കുകയാണ് ഈ ആയത്തിലൂടെ എന്നാണ് പറഞ്ഞത്. മൂന്നാമത്തെ ഒരു പോയിന്റ് പറഞ്ഞു, ഈ ദുനിയാവ് മസ്റഅത്തുൽ ആഖിറയാണ്, പരലോകത്തേക്കുള്ള കൃഷിയിടമാണ്. ഇവിടെ എന്താണോ വിതക്കുന്നത് അത് കൊയ്യുന്നതാണ്. നന്മ വിതച്ചാൽ അതിനവിടെ ലഭിക്കും, തിന്മയാണ് വിതക്കുന്നതെങ്കിൽ അതായിരിക്കും കൊയ്തെടുക്കുക. ദുനിയാവ് പരലോകത്തേക്കുള്ള മസ്റഅത്താണ്, കൃഷിയിടമാണ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വുജൂദിനെക്കുറിച്ചും അവനുണ്ട് എന്നുള്ളതിനെക്കുറിച്ചും അവൻ്റെ ഖുദ്റത്തിനെക്കുറിച്ചും അറിയിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, അള്ളാഹു തആലയുടെ പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു തആല ഈ സൂറത്തുകളിലും ഈ സൂറത്തിലുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് മനുഷ്യൻ്റെ കാര്യമാകട്ടെ, അതിന് ചുറ്റുമുള്ള മറ്റു സൃഷ്ടികളുടെ കാര്യമാകട്ടെ, എല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതാണ്. അല്ലെ, മനുഷ്യൻ ഇങ്ങനെ ജനിച്ചു വരുന്നത് എങ്ങനെയാണ്? മനുഷ്യൻ്റെ കണ്ണുകൾ ഇങ്ങനെ കൃത്യം, മൂക്കുകൾ ഇങ്ങനെ കൃത്യം, വായ അത് വരേണ്ട സ്ഥലത്താണ്, എല്ലാം വളരെ കൃത്യമായിട്ടാണ് വരുന്നത്. ഇതെല്ലാം യാദൃശ്ചികമായി എങ്ങനെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നതാണ് എങ്കിൽ ഇതിൻ്റെ പിന്നിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഇല്ലെങ്കിൽ ഓരോന്നും ഓരോ തരത്തിൽ വരണമായിരുന്നു. ഒരാളുടെ കണ്ണ് അവിടെ, ഒരാളുടെ മൂക്ക് ഇവിടെ, എല്ലാം യാദൃശ്ചികമാണ്. ഒന്നും അങ്ങനല്ല, വളരെ കൃത്യമായിട്ടാണ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഇതിൻ്റെ പിന്നിൽ അള്ളാഹു ഉണ്ട്, അവൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യങ്ങൾ അതിൽപ്പെട്ടതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ രാപ്പകലുകളും സൂര്യനും ചന്ദ്രനുമൊക്കെ. അതാണ് സഹോദരങ്ങളെ മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ട് ഈ സൂറത്തിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നമ്മെ അറിയിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മൾ ഖേദിച്ചു മടങ്ങി അവൻ്റെ കൽപ്പനകൾ മാനിച്ച് വിലക്കുകളൊക്കെ മാറ്റി മനസ്സിലാക്കി ജീവിക്കുക എന്നുള്ള കാര്യത്തിലേക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിലൂടെയൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്തിയത് എന്ന് മനസ്സിലാക്കുക. വഹാദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക.